Good evening, ma'am. Good evening. Prayer ആരായിരുന്നു? ജസ്നയാണോ? Yes, ma'am. സ്റ്റാർട്ട് ചെയ്യാട്ടോ. Start ചെയ്തോട്ടെ. Yes. My dear God, you are the source of life. We thank you for all the blessing you have given to us. Thanks for giving us another day to learn something new. Clear our mind and bless our classmates, teachers, and parents. നന്നായിട്ടുണ്ടായിരുന്നു. നാളെ ആരാ? നാളത്തെ പ്രേയർ മാം നാളെ ഞാൻ ഭാവന. നമുക്കൊരു പെയർ പ്രാക്ടീസ് ആണേ. ആരെങ്കിലും രണ്ടുപേരും മുന്നോട്ട് വരണം. രണ്ടുപേര് വരുമ്പോ നമുക്കത് ഫീൽ ചെയ്യണം. നിങ്ങൾ അടുത്തടുത്ത് ഇരിക്കുവാണ്, ഫേസ് ടു ഫേസ് ഇരിക്കുവാണെന്നുള്ളത് ഫീൽ ചെയ്യണം. ഒരു കാഷ്വൽ ടോക്ക് ആണ്. ആരാ രണ്ടുപേര്? അരുളി. ആരെങ്കിലും രണ്ടുപേര് കംഫർട്ടബിൾ ആയിട്ട് ഓഡിയോ ഓൺ ചെയ്യുന്നതിൽ ബുദ്ധിമുട്ടില്ലാതെ കംഫർട്ടബിൾ ആയിട്ടുള്ള ആരെങ്കിലും രണ്ടുപേര്. മനീജ. ഞാരാ? ഒരാളും കൂടെ വേണമല്ലോ. പെയർ പ്രാക്ടീസ് ആണ്. അതായത് ക്ലാസ് റൂമിൽ നമ്മൾ ഉണ്ടായിരുന്നെങ്കിൽ നമ്മൾ ഇങ്ങനെ സംസാരിക്കും. അത് ആണ് നമ്മൾ പ്രാക്ടീസ് ചെയ്യാൻ പോകുന്നത്. ആരാ മനീജയുടെ കൂടെ പെയർ ചെയ്യാൻ തയ്യാർ? Who is ready to pair with Manisha? ഞാൻ വരാം. ഷീജ. ഓക്കെ. നിങ്ങൾ രണ്ടുപേരും ക്ലാസ് റൂമിലാണ്. നമ്മൾ എല്ലാരും ക്ലാസ് റൂമിലാണ്. അപ്പൊ നിങ്ങൾ എല്ലാവരും യെസ് ഗുഡ് ഈവനിങ്. എല്ലാവരും തമ്മിൽ പെയർ പ്രാക്ടീസ് ചെയ്യണമെന്നാണ്. പക്ഷെ നമുക്ക് ഗൂഗിൾ മീറ്റിൽ അറ്റ് എ ടൈം എല്ലാ മൈക്കും ഓൺ ചെയ്യാൻ പറ്റില്ലല്ലോ. അതുകൊണ്ടാണ് നമ്മൾ രണ്ടുപേരെ ചോദിച്ചത്. ഇത് നിങ്ങൾക്ക് വീട്ടിലുള്ളവരായിട്ട് പ്രാക്ടീസ് ചെയ്യാം. പെയർ പ്രാക്ടീസ് ഈ ഒരു ഗെയിം എങ്ങനെയാന്ന് വെച്ചാൽ വൺ സേസ് എ വേർഡ് കണക്റ്റഡ് വിത്ത് സ്കൂൾ ആൻഡ് എഡ്യൂക്കേഷൻ. ആദ്യം ഫസ്റ്റ് ഒരാൾ പറയും. മനീജ ആണെങ്കിൽ മനീജ പറയുന്നു എ വേർഡ് കണക്റ്റഡ് വിത്ത് സ്കൂൾ ആൻഡ് എഡ്യൂക്കേഷൻ. ഓക്കെ. അപ്പോ ഷീജ മനീജ പറഞ്ഞു കഴിയുമ്പോൾ ഷീജ നെക്സ്റ്റ് അനദർ വേർഡ് പറയണം വിച്ച് ഈസ് കണക്റ്റഡ് വിത്ത് സെയിം സ്കൂൾ ആൻഡ് എഡ്യൂക്കേഷൻ. മനസ്സിലായോ? നമുക്കൊരു 2-3 minutes അതൊന്ന് പ്രാക്ടീസ് ചെയ്യാം. കഴിയുമ്പോ വീണ്ടും മനീജ ആരാണോ ഫസ്റ്റ് പറഞ്ഞത് വീണ്ടും ആളുടെ ടേൺ വരും. ഒരു വേർഡ് പറയും കണക്റ്റഡ് വിത്ത് സ്കൂൾ ആൻഡ് എഡ്യൂക്കേഷൻ. അപ്പോ ഷീജ അത് അടുത്തത് പറയും. നമുക്കൊരു 2-3 minutes അത് നോക്കാം. ഇവര് റിപ്പീറ്റ് ചെയ്യുന്നുണ്ടോ എന്നുള്ളത് ഒബ്സർവ് ചെയ്യുന്നത് ആരായിരിക്കും? മീൻസ് അതിന്റെ മീഡിയേറ്റർ ആരായിരിക്കും? ഒരു മോഡറേറ്റർ ആയിട്ടിരിക്കുന്നത് ആരായിരിക്കും? ഇവര് റിപ്പീറ്റ് ചെയ്യുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്യാൻ ഓക്കെ മോനിഷ ചെയ്യും. മോനിഷ അങ്ങനെ വരുവാണെങ്കിൽ ഇന്റർവ്യൂ ചെയ്തോളണം, പറയണം റിപ്പീറ്റ് ചെയ്തു എന്ന്. ബാക്കി ഞങ്ങൾ എല്ലാവരും ഒബ്സർവേഴ്സ് ആയിരിക്കും. ഞാൻ മ്യൂട്ട് ചെയ്യാൻ പോവാണ്. ഒരു എക്സാമ്പിൾ പറഞ്ഞു എങ്ങനെ പറയണ്ടേന്നുള്ള ഒരു മോഡൽ എങ്ങനെയാണെന്ന്. ഓക്കെ. നമുക്ക് പറയേണ്ട വേർഡ് എന്ന് പറഞ്ഞാൽ കണക്ട്. എന്തോ പറഞ്ഞപ്പോ കേറിയുള്ളൂ ഒന്നും കേട്ടില്ല. ഓക്കെ ഓക്കെ. ഇപ്പൊ കേറിയവർക്ക് വേണ്ടിയിട്ട് ഞാൻ ഒന്നുകൂടെ പറയാം. നമ്മൾ ആദ്യം പ്രെയർ ആയിരുന്നു, ജസ്നി ആയിരുന്നു പ്രെയർ. നാളെ ഭാവനയാണ് പ്രെയർ എന്നുള്ളത് നമ്മൾ ഫിക്സ് ചെയ്തു.
നമ്മൾ നെക്സ്റ്റ് ഒരു ആക്ടിവിറ്റി ചെയ്യാനുള്ള ഒരു പ്രിപ്പറേഷനിലാണ്. അത് പെയർ പ്രാക്ടീസ് ആണ്. അപ്പൊ ക്ലാസ് റൂമിൽ ഉണ്ടായിരുന്നെങ്കിൽ നമ്മൾ എല്ലാവരും കൂടെ പെയർ ചെയ്തേനെ. പക്ഷെ നമുക്ക് ഇവിടെ എല്ലാ മൈക്കും അൺമ്യൂട്ട് ചെയ്താൽ ഭയങ്കര ഡിസ്റ്റർബൻസ് ആയിരിക്കും. അതുകൊണ്ട് രണ്ട് പേര് പെയർ ആകാൻ തയ്യാറായിട്ട് വന്നു, മനീജയും ഷീജയും. ഗെയിം ഇതാണ്. ആദ്യം ഒരാൾ ഒരു വേർഡ് പറയണം, കണക്റ്റഡ് വിത്ത് സ്കൂൾ ആൻഡ് എഡ്യൂക്കേഷൻ. അപ്പൊ നെക്സ്റ്റ് വൺ, സെക്കൻഡ് വണ്ണിന്റെ ടേൺ ആവും. ആളും ഒരു വേർഡ് പറയണം, കണക്റ്റഡ് വിത്ത് സെയിം. അത് കണ്ടിന്യൂ ചെയ്യണം. അപ്പൊ ഫസ്റ്റ് പറഞ്ഞ ആളുടെ ടേൺ വീണ്ടും വരും, സെക്കൻഡ് വൺ പറഞ്ഞ ആളുടെ ടേൺ വരും. ഇത് ഇവര് പറയുന്നതിന് റെപ്പിറ്റേഷൻ ഉണ്ടോ എന്നുള്ളത് ഇന്റർവ്യൂ ചെയ്യാനായിട്ട് ആരായിരുന്നു പറഞ്ഞേ? മോനിഷ. ഓക്കെ, മോനിഷയാണ്. ബാക്കി നമ്മൾ വേർഡ് മാത്രം പറഞ്ഞാൽ മതി, എക്സ്പ്ലെയിൻ മതി ഒന്നും മതി, ചെയ്യേണ്ട. വേർഡ് ഒന്നും വേണ്ട, വേർഡ് മാത്രം. സ്കൂളിന് എഡ്യൂക്കേഷൻ അതിനെ റിലേറ്റ് ചെയ്തിട്ടോ. യെസ്, ഓക്കെ, കണക്ട് ചെയ്തത്. പിന്നെ നിങ്ങൾ തമ്മിൽ അത് എന്താ പറയാ, ഒരു ഡിസ്കഷനോ അങ്ങനെയുള്ള രീതിയിൽ പോകരുത്. ഒരാളൊരു വേർഡ് പറയുന്നു, അടുത്ത ആൾ അടുത്ത വേർഡ് പറയണം, അപ്പൊ വീണ്ടും അടുത്ത ആളുടെ ടൈം, അങ്ങനെ. ഓക്കെ, മാക്സിമം നമുക്ക് എത്ര കിട്ടുന്നു എന്ന് നോക്കാം. ചിലപ്പോ ഒരു പെട്ടെന്ന് സ്റ്റക്കായി പോകും, ഒന്നും മനസ്സിൽ വരാതെ. അപ്പൊ മനീജ പറഞ്ഞു ഒന്ന് ഒരു ഡെമോ, ഒരു ട്രയൽ കാണിക്കാൻ പറഞ്ഞു. ഞാനാണ് മനീജയുടെ പ്ലേസിലെങ്കിൽ ഞാൻ പറയുന്നത് ബ്ലാക്ക് ബോർഡ്. ഓക്കെ, ക്ലിയർ ആയോ? ഞാൻ ഒരെണ്ണോടെ പറയാം. എഡ്യൂക്കേഷൻ എന്ന് പറയുമ്പോൾ കേരള സ്റ്റേറ്റ് ബോർഡ്. ക്ലിയർ ആയോ? എന്തും പറയാന്നുള്ളത് മനസ്സിലായില്ലേ? സ്കൂളും എഡ്യൂക്കേഷനായിട്ട് റിലേറ്റ് ചെയ്ത് എന്ത് വേർഡ്സ് വേണമെങ്കിൽ പറയാം. അതെ. ഓക്കെ, മോനിഷ ശ്രദ്ധിക്കുക, അവര് റിപ്പീറ്റ് ചെയ്യുന്നുണ്ടോ എന്നുള്ളത് നമ്മൾ എല്ലാവർക്കും ഒബ്സർവ് ആയിട്ടിരിക്കാം. റിപ്പീറ്റ് ചെയ്താൽ മോനിഷയ്ക്ക് ഇന്റർവ്യൂ ചെയ്ത അവരെ അപ്പൊ സ്റ്റോപ്പ് ചെയ്യിച്ചിട്ട് പുതിയ വേർഡ് പറയാനായിട്ട് പറയിക്കാം. സ്റ്റാർട്ട് ചെയ്യാം. പിന്നെ നസീമയ്ക്ക് എപ്പോഴുള്ള റിക്വസ്റ്റ്, രണ്ടുപേരുടെയും വീഡിയോ ഓൺ ആയിരിക്കണം. രണ്ടുപേരുടെയും വീഡിയോ ഓൺ ആണ് കേട്ടോ. ഓക്കെ, സ്റ്റാർട്ട് ചെയ്യാലോ. ആര് വേണമെന്നുള്ളത് നിങ്ങൾക്ക് തമ്മിൽ തീരുമാനിക്കാം. ഫസ്റ്റ് ടേൺ ആരുടെയാണ്? ചോക്ക്, നോട്ട്ബുക്ക്, ബെഞ്ച്, ഡെസ്ക്, നോട്ട്ബുക്ക്. റിപ്പീറ്റേഷൻ വന്നു മാം. പെൻ, പെൻസിൽ, മാക്സ്, ഇറേസർ, യൂണിവേഴ്സിറ്റി, എക്സാം, മാർക്ക്, ചിൽഡ്രൻസ്, രജിസ്ട്രേഷൻ, ടീച്ചേഴ്സ്, അയ്യോ, പെൻസിൽ. ഓൾറെഡി പറഞ്ഞതാണ് മാം. പെന്നാ പറഞ്ഞേ? പെന്നും പറഞ്ഞു, പെൻസിൽ പറഞ്ഞു. പെൻസിൽ പറഞ്ഞോ? പേപ്പർ, ലഞ്ച് ബോക്സ്, ഇൻസ്ട്രുമെന്റ് ബോക്സ്, വാട്ടർ ബോട്ടിൽ, ടിഫിൻ ബോക്സ്, then മാർക്ക് പറഞ്ഞു. മാർക്ക് പറഞ്ഞിരുന്നു. ഓക്കെ, പ്ലേ തിങ്സ്, ചെയർ. ഷെയർ പറഞ്ഞായിരുന്നു. ചെയർ പറഞ്ഞായിരുന്നല്ലേ? ഹെഡ് മിസ്ട്രസ്, സ്കൂൾ കലോത്സവം, അസംബ്ലി, പ്രയർ, പേരൻസ് മീറ്റിംഗ്, ന്യൂസ് പേപ്പർ റീഡിംഗ്, സ്റ്റിക്ക്, ക്വസ്റ്റ്യൻസ്, ഗ്രാമർ,
answers, science, എന്താ പറഞ്ഞ കേട്ടില്ല. സയൻസ്. science, ഹിന്ദി, chemistry, അങ്ങനെ ചില സബ്ജക്ട് നമ്മൾക്ക് പറയാൻ കിടക്കണം. വേറൊന്നും കിട്ടുന്നില്ല. ഏ ട്രീസ്, ട്രീസ്, പ്ലേഗ്രൗണ്ട്, ബാസ്കറ്റ്ബോൾ, drill teacher, യോഗ ടീച്ചർ, okay, teachers meeting, പാരന്റ്സ് മീറ്റിംഗ് പറഞ്ഞായിരുന്നോ? പറഞ്ഞായിരുന്നു. പറഞ്ഞായിരുന്നു. സോറി. സ്കൂൾ കമ്മിറ്റി മീറ്റിംഗ്, ഓക്കെ, ലഞ്ച് ബ്രേക്ക്, ഇന്റർവെൽ, ഫ്ലാഗ്, ഇൻഡിപെൻഡൻസ് ഡേ, ആനിവേഴ്സറി, കേക്ക് എന്താ പറഞ്ഞ? സ്കൂൾ ആനിവേഴ്സറി, സ്കൂൾ ആനിവേഴ്സറി, സ്കൂൾ ആനിവേഴ്സറി, സ്കൂൾ കോമ്പൗണ്ട് പറഞ്ഞായിരുന്നു. പറഞ്ഞില്ലേ? പറഞ്ഞായിരുന്നോ? ഇവിടെ നല്ല പ്ലേ ഗ്രൗണ്ട് എന്നാ പറഞ്ഞ, സ്കൂൾ കോമ്പൗണ്ട് എന്ന് പറഞ്ഞിട്ടില്ല. ഓക്കെ. ക്ലാസ് റൂം ക്ലാസ് റൂം പറഞ്ഞായിരുന്നല്ലോ. പറഞ്ഞായിരുന്നു. ായിരുന്നോ? സോറി, ക്ലാസ് റൂം പറഞ്ഞിട്ടില്ല കേട്ടോ. ഓക്കെ. സ്കൂൾ പാർക്ക് പറഞ്ഞായിരുന്നോ? പാർക്ക് പാർക്ക് പറഞ്ഞിട്ടുണ്ട്. സ്കൂൾ പാർക്ക് എന്നല്ല, പാർക്ക് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ. ഗ്രാജുവേഷൻ സെറിമണി, ഓക്കെ ഫൈൻ. ഞാൻ മോണ്ടിസോറി ആരെങ്കിലും പറയും ഇങ്ങനെ നോക്കിയിരിക്കുവായിരുന്നു. അയ്യോ അത് പറഞ്ഞിട്ട് നിർത്താതെ വെച്ച് കുറെ നോക്കിയിട്ട് രണ്ടുപേരും പറയത്തില്ല. സോ ഞങ്ങള് മേഡം നിർത്താൻ പറയുമെന്ന് വിചാരിച്ചിരിക്കുവായിരുന്നു. അതൊക്കെ പറഞ്ഞു കേക്കട്ടെ എന്ന് വിചാരിച്ചു, പക്ഷെ അത് കിട്ടിയില്ല. ഓക്കെ, മോണ്ടിസോറി പറയാനുള്ള മോശമായിട്ടാ നമ്മള് പെടുന്ന മോണ്ടിസോറി. ഓക്കെ ഫൈൻ. ഇത് എല്ലാവർക്കും പ്രാക്ടീസ് ചെയ്യാം കേട്ടോ. നമുക്ക് ക്ലാസ്സിൽ അധികം പറ്റില്ലല്ലോ. പിന്നെ നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുന്ന സമയത്ത് പെയർ പ്രാക്ടീസ് അങ്ങനത്തെ ആക്ടിവിറ്റി ക്ലാസ് റൂമിൽ നടക്കുമ്പോൾ എന്നെ ശ്രദ്ധിക്കേണ്ട. ഞാൻ പിന്നെ ക്ലാസ് എടുക്കുന്ന ആളായതുകൊണ്ട് വീഡിയോ ഓൺ ചെയ്ത് വെച്ചേ ഉള്ളൂ. കാരണം എന്റെ പ്രസൻസ് അവിടെ ഉണ്ടെന്ന് ചിന്തിക്കുകയേ ചെയ്യരുത്. അതാണ് നമ്മളുടെ ടീച്ചിങ് മെത്തേഡ്. ഓക്കെ, ഞാൻ ഒരു ഗൈഡൻസ് എന്നുള്ള രീതിയിൽ സൈഡിൽ എവിടെയെങ്കിലേ കാണുള്ളൂ. ഓൺലൈൻ ക്ലാസ് ആയതുകൊണ്ടാണ് ഞാൻ വീഡിയോ ഓൺ ചെയ്തിരുന്നത്. നമുക്കൊരു ലൈവ് ക്ലാസ് റൂം ആയിരുന്നെങ്കിൽ ഞാൻ നിങ്ങൾ ഇരിക്കുന്ന ഭാഗത്തേക്കേ വരില്ല. അതാണ് നമ്മുടെ മെത്തേഡ്. ഓക്കെ, നെക്സ്റ്റ് ആക്ടിവിറ്റി. നമ്മളിപ്പോ കുറേ എന്താ പറയാ, ഫുഡ് ഫാക്ടേഴ്സിനെ കുറിച്ചും ഫുഡ് ഐറ്റംസിനെ കുറിച്ചും ഓരോ ഫുഡ് ഫാക്ടേഴ്സ് ഉള്ള ഫുഡ് ഐറ്റംസ് അങ്ങനെയുള്ളതൊക്കെ നമ്മൾ പറഞ്ഞു അല്ലെ. ഒരു ആക്ടിവിറ്റി, വെജിറ്റേറിയൻ ഫുഡ് വേഴ്സസ് നോൺ വെജിറ്റേറിയൻ ഫുഡ്. അതൊരു അസൈൻമെന്റ് പോലെ നിങ്ങൾക്ക് പ്രിപ്പയർ ചെയ്യാം. എത്ര വേണം എന്നുള്ളത് ഞാൻ ലിമിറ്റേഷൻസ് ഒന്നുമില്ല. കുറേ കാര്യങ്ങൾ അതിൽ നമുക്ക് കിട്ടും. ഇത് ഫോട്ടോസ് എടുക്കാനാ എങ്ങനെ വേണമെങ്കിലും ചെയ്യാം. ഫുൾ റൈറ്റപ്പ് ആയാലും പ്രോബ്ലം ഇല്ല. ഫോട്ടോസ് കിട്ടുവാണെങ്കിൽ എങ്ങനെ വേണമെങ്കിലും. അത് വേണമെങ്കിൽ ഒരു അസൈൻമെന്റ് എന്ന് പറയുമ്പോൾ പേപ്പറിൽ എഴുതി
ഫയൽ ചെയ്ത് വെക്കോ, ഇഷ്ടമുള്ള പോലെ ചെയ്യാം. അതിൽ യാതൊരു അങ്ങനെ കണ്ടീഷൻസ് ഒന്നുമില്ല. പിക്ചേഴ്സ് ഒട്ടിക്കാം. അതിന്റെ ഏതാ പിക്ചേഴ്സ് ആണോ? പിക്ചേഴ്സ് വേണമെങ്കിൽ ചെയ്യാം. അങ്ങനെ ഞാൻ കണ്ടീഷൻസ് ഒന്നും വെക്കുന്നില്ല. പക്ഷെ അത് കണ്ടു കഴിഞ്ഞു കഴിഞ്ഞാൽ അതിനകത്ത് വെജിറ്റേറിയൻ ഫുഡിനെ കുറിച്ചും നോൺ വെജിറ്റേറിയൻ ഫുഡിനെ കുറിച്ചും നല്ലപോലെ മനസ്സിലാകണം. അത്രേ ഉള്ളൂ. ഇതും ചാർട്ടിൽ തന്നെയാണോ മാം? ചാർട്ട് ആകാം, അസൈൻമെന്റ് പോലെ A4 പേപ്പറിലാകാം, ഒരു ചെറിയ നോട്ട്ബുക്കിൽ എഴുതാം, എങ്ങനെ വേണമെങ്കിലും ചെയ്യാം. അതൊക്കെ അപ് ടു യു. ഞാൻ അത് ഒന്നും പറയുന്നില്ല. ചാർട്ടിന് വേണമെങ്കിൽ കാണിക്കാം. പക്ഷെ അത് കണ്ടു കഴിഞ്ഞു കഴിഞ്ഞാൽ വെജിറ്റേറിയൻ ഫുഡ് നോൺ വെജിറ്റേറിയൻ ഫുഡിന്റെ കംപ്ലീറ്റ് ഡേറ്റ കിട്ടണം. ഈ ചാർട്ടിലാകുമ്പോൾ നിങ്ങൾക്ക് പിക്ചേഴ്സ് മാത്രമേ ഒട്ടിക്കാൻ പറ്റുള്ളൂ. പക്ഷെ അതിന്റെ ഒരു ഡിസ്ക്രിപ്ഷൻ വേണം. പേര് എഴുതി ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞുതരാം. അപ്പൊ ഒരു ഐഡിയ കിട്ടുമായിരിക്കും. നമ്മൾ കഴിക്കുന്ന ഫുഡ് ഐറ്റംസ് ഇറ്റ് ഇസ് ഡിവൈഡഡ് ഇൻടു 2 കാറ്റഗറീസ് അല്ലെ? വെജിറ്റേറിയൻ ഫുഡ് ആൻഡ് നോൺ വെജിറ്റേറിയൻ ഫുഡ്. ഇതിൽ നിന്ന് തന്നെ വീണ്ടും സബ് കാറ്റഗറീസ് ഉണ്ട്. അത് കുറച്ച് ആളുകൾ ഫോളോ ചെയ്യുന്നതാണ്. വീഗൻ എന്ന് പറയില്ലേ, ഇത് അനിമലിൽ കിട്ടാത്തതും, അതായത് മിൽക്ക് യൂസ് ചെയ്യാത്തവരുണ്ട്. ഈവൻ എന്താ പറയാ, ഈ അനിമൽ സ്കിന്ന് കൊണ്ടുള്ള ബാഗോ ചെരുപ്പോ അങ്ങനെ പോലും ഉപയോഗിക്കാതെ വീഗൻസ് എന്ന് കേട്ടിട്ടില്ലേ? നമ്മളുടെ ഒരു ആക്ട്രസ് പാർവതി തിരുവോത്ത്, അവരൊരു വീഗനാന്നാ പറയുന്നത്. അവരപ്പം പാലോ അങ്ങനത്തെ അനിമൽസിൽ നിന്ന് കിട്ടുന്ന ഒരു സാധനങ്ങളും അങ്ങനെ ഉപയോഗിക്കില്ല. പിന്നെ അതുപോലെ യൂസ് ചെയ്യുന്ന ചെരുപ്പ്, ഡ്രസ്സ് അങ്ങനത്തെ ഉള്ളതൊന്നും അനിമലിനെ ഹാം ചെയ്ത് എടുക്കുന്നതൊന്നും വരുന്നില്ല. അങ്ങനെയുള്ളവരാണ് വീഗൻസ് എന്ന് പറയുന്നത്. അവരപ്പം നോൺ വെജ് ഒട്ടും കഴിക്കില്ല. വെജ് തന്നെ കഴിക്കുന്നത്. ഇതുപോലെ അനിമൽ റിലേറ്റഡ് എന്തെങ്കിലും വരുവാണെങ്കിൽ അതൊന്നും കഴിക്കില്ല. പിന്നെ യൂസ് ചെയ്യുന്ന തിങ്സും അതുപോലെ തന്നെ ആയിരിക്കും. നമുക്ക് വീഗൻ എന്തായാലും ഇതിനകത്തില്ല. ഞാൻ ജസ്റ്റ് അതൊന്ന് പറഞ്ഞേ ഉള്ളൂ. വെജിറ്റേറിയൻ ഫുഡ് ആൻഡ് നോൺ വെജിറ്റേറിയൻ ഫുഡ്. വെജിറ്റേറിയൻ ഫുഡ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം അതിൽ എന്തൊക്കെ ഉണ്ടായിരിക്കും. ഫ്രൂട്ട്സ് ഉണ്ടായിരിക്കും, വെജിറ്റബിൾസ് ഉണ്ടായിരിക്കും, പിന്നെ നട്ട് ഐറ്റംസ്, നട്ട്സ്, പിന്നെ പയറുവർഗ്ഗങ്ങൾ, പീസ്, അങ്ങനെയുള്ളതെല്ലാം വെജിറ്റേറിയൻ ഫുഡിൽ വരും. എന്തെല്ലാമാണോ വെജിറ്റേറിയൻ ഫുഡിൽ വരുന്നത് അതെല്ലാം ഒന്ന് കളക്ട് ചെയ്യാൻ നോക്കാം. പിന്നെ ഓരോ ഈ വെജിറ്റേറിയൻ ഫുഡ് ഐറ്റംസിൽ ഓരോ ഐറ്റംസ് ഉണ്ടല്ലോ, ഓരോന്നിന്റെയും ഒരു അറ്റ്ലീസ്റ്റ് ഒരു 2 ബെനിഫിറ്റ് എങ്കിലും നോട്ട് ചെയ്യാൻ നോക്കുക. ഫോർ എക്സാമ്പിൾ ഫ്രൂട്ട്സ്. ചില ഫ്രൂട്ട്സിൽ നമ്മളുടെ ബോഡി ഗ്രോത്തിനും ആക്ടിവിറ്റീസിനും വേണ്ടുന്ന കണ്ടന്റ്സ് ഉണ്ടായിരിക്കും ചില ഫ്രൂട്ട്സിൽ. സോ ചില ആളുകൾ യെസ് ഈ ഫ്രൂട്ട്സ് ഒക്കെ കാണിച്ചു ഒന്ന് നോക്കാമോ? ഫ്രൂട്ട്സ് ഒക്കെ ഞാൻ ഒരു കൂട്ടം കണ്ടത്. കാണാം. ഇത് ഒട്ടിക്കാൻ പാടില്ലേ? പിന്നെന്താ, തീർച്ചയായിട്ടും. ശരിക്കും ഫ്രൂട്ട്സിന്റെ ഒരു ബെനിഫിറ്റ് എന്താണ്? ഡൈജസ്റ്റ് ചെയ്യാൻ കുറവ് സമയം മതി അല്ലേ? അതല്ലേ ചില സമയത്ത് ഭയങ്കര വീക്കായി എന്തെങ്കിലും അസുഖങ്ങളായവർക്ക് ഫ്രൂട്ട് ജ്യൂസ് കൊടുക്കും. പെട്ടെന്ന് ജ്യൂസ് ആയിട്ട് കൊടുക്കും. അപ്പൊ പെട്ടെന്ന് ഡൈജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ജ്യൂസ് ആയിട്ട് കൊടുക്കും. ഫ്രൂട്ട്സ് കഴിക്കാൻ പറ്റുന്ന രീതിയിലുള്ള അസുഖങ്ങളാണെങ്കിൽ കേട്ടോ. ചിലപ്പോ ഈ ചുമ അങ്ങനെ കഫക്കെട്ടൊക്കെ ആവുമ്പോ ചിലപ്പോ ഫ്രൂട്ട്സ് അങ്ങനെ പറയില്ല. ഈ ഫ്രൂട്ട്സിന് ഡൈജസ്റ്റ് ചെയ്യാനുള്ള ടൈം കുറവാണ്. ലെസ് ദാൻ 2 hours ഒക്കെ എടുക്കുള്ളൂ. ഞാൻ അതാ പറഞ്ഞത്, നിങ്ങൾ ഓരോന്നിനെ കുറിച്ച് എഴുതുമ്പോൾ അതിന്റെ അറ്റ്ലീസ്റ്റ് ഒരു 2 or 3 ബെനിഫിറ്റ്സും കൂടെ എഴുതണം. ചില ഫ്രൂട്ട്സ് സബ്സ്റ്റിറ്റ്യൂട്ട് ഫോർ മെഡിസിൻ ആണ്. ഏതാ? നോൺ വെജ് നോൺ വെജ് ഇങ്ങനെ കമ്പയർ ചെയ്തിട്ടാണോ ചെയ്യണ്ടേ? കമ്പയർ ചെയ്ത് ടേബിൾ പോലെ എഴുതാം. അല്ലെങ്കിൽ വെജിറ്റേറിയൻ ഫുഡിനെ കുറിച്ചുള്ള കംപ്ലീറ്റ് ഡിസ്ക്രിപ്ഷൻ കഴിയുമ്പോൾ നോൺ വെജ് ഫുഡിനെ കുറിച്ച് എഴുതാം. കമ്പയർ ചെയ്ത് ടേബിൾ പോലെ എഴുതാനായിട്ട് നമുക്ക് ചിലപ്പോൾ പറ്റിയെന്ന് വരില്ല. കാരണം നമുക്ക് ചിലപ്പോൾ വെജിറ്റേറിയൻ ഫുഡ് കുറേ ഉണ്ടാവും. കമ്പയർ ടു വെജിറ്റേറിയൻ ഫുഡ് നോൺ വെജ് ഫുഡ് കുറവായിരിക്കും. സോ ടേബിളിനേക്കാളും നല്ലത് ഒന്നിനെ കുറിച്ച് എക്സ്പ്ലനേഷൻ കഴിഞ്ഞിട്ട് മറ്റത് എഴുതുന്നതായിരിക്കും. നിങ്ങൾക്ക് എങ്ങനെ തോന്നുന്നു വെച്ചാൽ അതുപോലെ ചെയ്തോളൂ. പിന്നെ ചില അസുഖങ്ങൾക്ക് ഫ്രൂട്ട്സ് ഒരു സബ്സ്റ്റിറ്റ്യൂട്ട് ഫോർ മെഡിസിൻ ആണ്. ലൈക്ക് കോൺസ്റ്റിപ്പേഷൻ ഒക്കെ വന്നു കഴിഞ്ഞാൽ ഫ്രൂട്ട്സ് കഴിക്കാൻ പറയും അല്ലെ? കോൺസ്റ്റിപ്പേഷൻ വന്ന് വല്ലാതെ ബുദ്ധിമുട്ടുവാണെങ്കിൽ ഫ്രൂട്ട്സ് കഴിക്കാൻ പറയും. അങ്ങനെ അതൊക്കെയുണ്ട്. പിന്നെ ഫ്രൂട്ട്സ് തന്നെ 2 ടൈപ്പ് ഫ്രൂട്ട്സ് ഉണ്ട്. മധുരമുള്ളതും സ്വീറ്റ് ആയിട്ടുള്ളതും പുളിയുള്ളതും സോർ ഫ്രൂട്ട്സും ഉണ്ട്.
അങ്ങനെയും നമുക്ക് കാറ്റഗറൈസ് ചെയ്യാം. പിന്നെ അറ്റ് എ ടൈം കഴിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ നമ്മളിപ്പോ സ്വീറ്റ് ആയിട്ടുള്ള ഫ്രൂട്ട് കഴിക്കുന്ന ടൈമിൽ തന്നെ സോർ ആയിട്ടുള്ള ഫ്രൂട്ട് കഴിക്കാതിരിക്കാൻ നോക്കുക. കാരണം വെച്ചാൽ ചിലപ്പോൾ വയറിന് അപ്സെറ്റ് ആക്കാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. അറ്റ് എ ടൈം രണ്ടും കൂടെ ഒരുമിച്ച് എടുക്കാതിരിക്കുക. ഫ്രൂട്ട്സ് എല്ലാം തന്നെ എനർജി ബൂസ്റ്റേഴ്സ് ആണ്. ഓൾമോസ്റ്റ് ഫ്രൂട്ട്സിനെ കുറിച്ച് ഒരു ഐഡിയ കിട്ടിയില്ലേ? നിങ്ങൾക്ക് ഇലാബറേറ്റ് ചെയ്ത് കുറച്ചുകൂടെ വിശദമാണ്. ഫ്രൂട്ട്സ് എന്ന് വെച്ചാൽ എന്താ? ഏതാ പിക്ടോറിയൽ ഫ്രൂട്ട്സ് എന്ന് വെച്ചാൽ എന്താ? പിക്ടോറിയൽ ഫ്രൂട്ട്സോ? ആ ചാർട്ടിലാണോ അത് കണ്ടത്? ഫ്രൂട്ട്സിന്റെ പിക്ചേഴ്സ് എന്നുള്ള മീനിങ് ആണെന്നാണ് എനിക്ക് തോന്നുന്നത്. അതന്നെ മാം. അല്ലേ? പിക്ടോറിയൽ ഫ്രൂട്ട്സ് എന്ന് പറഞ്ഞാൽ ആ ചാർട്ട് ഫ്രൂട്ട്സിന്റെ പിക്ചേഴ്സ്, പിക്ചർ ആയിട്ട് ഫ്രൂട്ട്സിനെ കാണിച്ചിരിക്കുന്നു, അതാണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ. നട്ട്സ് മതിയോ? എന്താ ശരണ്യ? മറ്റേ ആക്ടിവിറ്റി ഒക്കെ നമ്മൾ എഴുതുന്ന ആ ബുക്കിൽ തന്നെ ചെയ്താൽ മതിയോ? അതിൽ ചെയ്താലും കുഴപ്പമില്ല. കാരണം എന്തായാലും ഓരോ മോഡ്യൂളിലും ഞാൻ നിങ്ങൾക്ക് വലിയ റെക്കോർഡ് എഴുതാൻ തരുന്നുണ്ട്. ഇതല്ലാതെയാണ് റെക്കോർഡിനുള്ളത്. ആ മോഡ്യൂൾ കഴിയുമ്പോൾ അല്ലെങ്കിൽ ഇൻ ബിറ്റ്വീൻ മോഡ്യൂൾ ഒരു ടോപ്പിക് കിട്ടുവാണെങ്കിൽ പെട്ടെന്ന് തന്നെ തരാം. അപ്പൊ നിങ്ങൾക്ക് ഓരോ മോഡ്യൂൾ കഴിയുന്നതിന് മുമ്പ് റെക്കോർഡിന്റെ ഫസ്റ്റ് പാർട്ട് എഴുതി അങ്ങനെ അടുത്ത പാർട്ട് ആകുമ്പോൾ അടുത്തത് അങ്ങനെ അങ്ങനെ എഴുതി തുടങ്ങാനായിട്ട് പറ്റും. ഇതല്ലാതെ ഒരു ആക്ടിവിറ്റിയാണ്. അതെങ്ങനെ അപ് ടു യു. ചാർട്ടിൽ ചെയ്യാം, നോട്ട്ബുക്കിൽ ചെയ്യാം, ലൂസ് പേപ്പേഴ്സിൽ ചെയ്തിട്ട് ഫയൽ ചെയ്ത് വെക്കാം. അസൈൻമെന്റ് ഒക്കെ നമ്മൾ വെക്കുമല്ലോ, അത് ലൂസ് പേപ്പേഴ്സിലല്ലേ, അങ്ങനെ ചെയ്യാം. അല്ലെങ്കിൽ ചെറിയ നോട്ട്ബുക്ക് 80 പേജിന്റെയോ അങ്ങനെ ഏറ്റവും കുറവ് പേജസ് വരുന്ന നോട്ട്ബുക്ക് കിട്ടുമല്ലോ, അതൊറ്റ ബുക്കും ചിലപ്പോൾ മതിയാകും ഇതിന്. അങ്ങനെ എങ്ങനെയാന്ന് വെച്ചാൽ നിങ്ങൾക്ക് സൗകര്യം പോലെ ചെയ്യാം. മാം ചാർട്ട് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ, അത് മറ്റേ ക്ലാസ് ഇടാന്ന് പറഞ്ഞായിരുന്നു. സബ്മിറ്റ് ചെയ്യാൻ ക്ലാസ് റൂമില് ടൈമും ഡേറ്റും ആണ്. എനിക്ക് ഇതിന്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഞാൻ ഇതുവരെയുള്ളതിൽ കഴിഞ്ഞ ദിവസം എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? അത് മാത്രമേ ഇടാതെ ഉള്ളൂ എന്ന് തോന്നുന്നു. ബാക്കിയെല്ലാം ഒരു ഒറ്റ PDF ഫയലായിട്ട്. നമ്മൾ ഈ വെൽനസിന്റെയും ഫിസിക്കൽ ഫിറ്റ്നസിന്റെയും ഹെൽത്തിന്റെയും ചെയ്തില്ലായിരുന്നു ചാർട്ട്. അപ്പൊ അത് സബ്മിറ്റ് ചെയ്യണമെങ്കിൽ ക്ലാസ് റൂമിൽ ചെയ്യാലോ? അപ്പൊ അതിന്റെ ശരി. അത് ഞാനൊന്ന് ഇതിന്റെ ടെക്നിക്കൽ ആൾക്കാരോടും കൂടെ ഒന്ന് ചോദിക്കട്ടെ അതിന്റെ സബ്മിഷൻ എങ്ങനെയാന്ന്. കാരണം എന്നോട് സബ്മിറ്റ് ചെയ്യാൻ പറഞ്ഞിട്ടില്ല. അത് ഞാനൊന്ന് ചോദിച്ച് കൺഫേം ചെയ്തിട്ട് നിങ്ങളോട് പറയാം. എനിക്ക് തോന്നുന്നു ഒരു ഡേറ്റ് അവർ പറയുമായിരിക്കും. മീൻസ് ഞാൻ പറയുന്നതിനനുസരിച്ച് ഒരു ഡേറ്റ് പറഞ്ഞ് നിങ്ങൾക്ക് മെസ്സേജ് വരുമായിരിക്കും. മാം ഒരു കാര്യം പറഞ്ഞോട്ടെ. യെസ്. മറ്റേ ഫിസിക്കൽ ഫിറ്റ്നസിനെ കുറിച്ചുള്ള ചാർട്ട് ചെയ്യാൻ പറഞ്ഞിരുന്നില്ലേ? അത് ചെയ്തവരുടെ ഒന്ന് കാണിക്കാൻ പറ്റുമോ? ആരെങ്കിലും കാണിക്കാൻ? യെസ്. എങ്ങനെയാന്ന് ഒരു ഐഡിയ കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഒരു ഐഡിയ കിട്ടാൻ വേണ്ടിയിട്ടായിരുന്നു. ഓക്കെ. ആരെങ്കിലും ഒന്ന് ഹെൽപ്പ് ചെയ്യോ? ഇപ്പൊ ആരുടെങ്കിലും കയ്യിലുണ്ടോ? ഓക്കെ, താങ്ക് യു. ഒരു സെക്കൻഡ് ഒന്ന് എടുത്തോട്ടെ. എടുക്കുന്ന സമയത്ത് അപ്പം നമ്മൾ വെജിറ്റേറിയൻ ഫുഡില് ഫ്രൂട്ട്സ് പറഞ്ഞു. ഫ്രൂട്ട്സിനെ കുറിച്ച് നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങൾ മാക്സിമം ആഡ് ചെയ്യാം. പിന്നെ നട്ട്സ്. നോൺ വെജിറ്റേറിയൻ ഫുഡിനെ പറ്റി ഒന്നും പറയുമോ? ഞങ്ങൾ വെജിറ്റേറിയൻ മാത്രം ഉപയോഗിക്കണവരാ. പറയാം. ഇതൊന്ന് കഴിഞ്ഞിട്ട് നോണിലേക്ക് ചെല്ലാൻ വിചാരിച്ചിട്ട്. ഓക്കെ. വെജിറ്റേറിയൻ ഫുഡിൽ അടുത്ത് വരുന്നൊരു കാറ്റഗറിയാണ് നട്ട്സ്. എസെൻഷ്യൽ ന്യൂട്രിയൻസിന്റെ ഒരു ട്രഷർ എന്ന് പറയാം നട്ട്സ് എന്ന് പറയുന്നത്. നട്ട്സിൽ ഫാറ്റ്സ് ഉണ്ട്. ഫാറ്റ് ഈസ് റിച്ച് ഇൻ നട്ട്സ്. അത് നല്ല ഫാറ്റ്സ് ആണ് മിക്ക നട്ട്സിലും. ഫ്രൂട്ട്സിന്റെ കൂടെ കഴിക്കാൻ നല്ലതാണ് നട്ട്സ്. നമ്മൾ നേരത്തെ സോർ ആൻഡ് സ്വീറ്റ് ഫ്രൂട്ട്സ് മിക്സ് ചെയ്ത് കഴിക്കരുതെന്ന് പറഞ്ഞു. പക്ഷെ ഫ്രൂട്ട്സിന്റെ കൂടെ കഴിക്കാൻ നട്ട്സ് വളരെ നല്ലതാണ്. എല്ലാ ദിവസവും നട്ട്സ് കഴിക്കുന്നുണ്ട് എന്തെങ്കിലും ദോഷമുണ്ടോ? ഏതാണ്? എല്ലാ ദിവസവും നട്ട്സ് കഴിക്കുന്നത് കൊണ്ട് എല്ലാ ദിവസവും നട്ട്സ് കഴിക്കുന്നതുകൊണ്ട് ദോഷമില്ല. പക്ഷെ അതിന്റെ എടുക്കുന്ന ക്വാണ്ടിറ്റി, ഇപ്പൊ ആൽമണ്ട്സ്, ബദാം ആണെങ്കിൽ ഏതെങ്കിലും ഒരു നട്ട്സ് അറ്റ് എ ടൈം അല്ലെങ്കിൽ മിക്സ് ചെയ്ത് കഴിക്കുവാണെങ്കിൽ തന്നെയും അളവ് കുറയ്ക്കുക. 3 4 നട്ട്സ് മാക്സിമം. നമ്മളുടെ ഏജും അനുസരിച്ച് കാണിച്ചു. വെരി ഗുഡ്. തന്നെ വെച്ചതാണോ?
മനസ്സിലായോ എല്ലാവർക്കും? ഡൗട്ട് ഉള്ളവർക്ക് മനസ്സിലായോ? മനസ്സിലായോ? തന്നെ വരച്ചതാണോ ഭാവന? ആ തന്നെ വരച്ച. ഓക്കെ, വെരി ഗുഡ്, നന്നായിട്ട്. നമ്മുടെ കുട്ടികളൊക്കെ ചിലപ്പോൾ വരയ്ക്കുമായിരിക്കും. നിങ്ങൾക്ക് വരയ്ക്കാൻ എന്തെങ്കിലും ഹെൽപ്പ് വേണമെങ്കിൽ അവരോട് ചോദിച്ചാൽ അവരെ ഹെൽപ്പ്. വരയ്ക്കുന്ന കുട്ടികളുണ്ടെങ്കിൽ അതൊന്നും ഒരു പ്രശ്നമല്ല കേട്ടോ. എഴുതുന്നത് പക്ഷെ നിങ്ങളായിരിക്കണം. നമ്മൾ എഴുതുമ്പോൾ നമ്മൾ ഒരു പ്രാവശ്യം റീഡ് ചെയ്യുവാണ്, അതുകൊണ്ടാണ് കേട്ടോ. അപ്പൊ വരയ്ക്കാൻ അറിയില്ലാത്തത് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അത് ആരുടെയെങ്കിലും ഹെൽപ്പ് ചോദിക്കാം. പക്ഷെ എഴുതുന്നത് എപ്പോഴും നമ്മൾ തന്നെയായിരിക്കും. നട്ട്സിൽ കാഷ്യൂനട്ട്, ഗ്രൗണ്ട് നട്ട്, ബദാം, മേജർ നട്ട്സ് വിത്ത് റിച്ച് ഫാറ്റ് കണ്ടന്റ്. നെക്സ്റ്റ് ലീവ്സ്, ലീഫി വെജിറ്റബിൾസ് നമുക്ക് പറയുന്നുണ്ടല്ലേ. ലീവ്സ് ആർ ദ മേജർ വെജിറ്റേറിയൻ ഫുഡ്. മെഡിസിനൽ വാല്യൂ ഉള്ള ലീഫ് ഉണ്ട്. കറി ലീവ്സ് എല്ലാ ഇതിലും നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. പിന്നെ ഡ്രം സ്റ്റിക് ലീവ്സ്, മുരിങ്ങയില, അതൊക്കെ നല്ലതാണല്ലോ. ഐസൈറ്റിന് നല്ലതാണ്. അതുപോലെ തന്നെ ബ്ലഡ് പ്രഷറും ആസ്മ അതൊക്കെ റിഡ്യൂസ് ചെയ്യുന്നു. അതിന്റെ ബുദ്ധിമുട്ടുകളെല്ലാം റിഡ്യൂസ് ചെയ്യുന്നു. പിന്നെ സ്പിനാച്ച്, ചീര പോലുള്ളതെല്ലാം ബ്ലഡ് പ്യൂരിഫിക്കേഷനും സ്കിന്നിനും നല്ലതാണ്. ഇറ്റ്സ് ഗുഡ് ഫോർ സ്കിൻ ഡിസീസസ് ആൻഡ് ബ്ലഡ് പ്യൂരിഫിക്കേഷൻ. പിന്നെ ബ്ലഡ് ഷുഗർ കുറയ്ക്കാൻ നല്ലതാണ്. ഫെനുഗ്രീക്ക് ലീവ്സ്, മല്ലിയില. സ്റ്റൊമക് റിലേറ്റഡ് അപ്സെറ്റ്സ്, ഇൽനെസ്, അതിനൊക്കെ നല്ലതാണ് കറി ലീവ്സ്. തുളസി 37 മെഡിസിനൽ വാല്യൂസ് ഉണ്ടെന്നാണ് പറയണത്. മേ ബി അതിനേക്കാൾ കൂടുതൽ ഉണ്ടാകും. പിന്നെ ആക്ച്വലി ഫോറിനേഴ്സ് എല്ലാം ഈ നമ്മളുടെ തുളസി അത് ഒരു ഫുഡ് ഐറ്റംസിൽ, ഈവൻ നോൺ വെജിൽ തന്നെ അവര് സ്പ്രിങ്കിൾ ചെയ്യാറുണ്ട്. ഡ്രൈ ആക്കിയിട്ട് അത് പൗഡേർഡ് ഫോമിൽ അവർ യൂസ് ചെയ്യാറുണ്ട്. അപ്പം സീഷെൽസ് എന്ന് പറഞ്ഞിട്ടൊരു ആഫ്രിക്കൻ കൺട്രിയിൽ എൻ്റെ ഒരു ഫ്രണ്ട് ഇങ്ങനെ യൂട്യൂബില് കുക്കിംഗ് കാണിക്കുന്നു. അപ്പൊ അതിനകത്ത് ബീഫിന്റെ എന്തോ ഐറ്റം ഉണ്ടാക്കുക. അപ്പൊ ഈ ലീവ്സിന്റെ പൊടി ഇങ്ങനെ അതിലിങ്ങനെ സ്പ്രിങ്കിൾ ചെയ്യുന്നു. അപ്പൊ അതിനെ കുറച്ചൊരു റിലീജിയസ് ആയിട്ട് നമ്മൾ ഒത്തിരി റെസ്പെക്ട് ചെയ്യുന്ന ഒരു പ്ലാന്റ് ആണ് തുളസി എന്ന് പറയുന്നത്. ഞാനിങ്ങനെ ചോദിച്ചപ്പം അവിടെ അവരെല്ലാരും അങ്ങനെ യൂസ് ചെയ്യുന്നതെന്നാണ് പറഞ്ഞത്. നല്ല മെഡിസിനൽ വാല്യൂ ഉണ്ട്, നമ്മുടെ ഒരു ഫുഡിന്റെ കൂടെ പോകുന്നു, അത്രയാണ്. പിന്നെ കറുക ലീവ്സ് ഉണ്ടല്ലോ, നമുക്കിവിടെ കിട്ടുമല്ലോ കറുക, അതിന്റെ ലീവ്സ്, അത് റിച്ച് ഇൻ മൾട്ടി വൈറ്റമിൻസ്. കറുകയുടെ ഗ്രാസ് ജ്യൂസ് ഇസ് ബെറ്റർ ഫോർ ഇൻക്രീസിങ് ബ്രസ്റ്റ് മിൽക്ക്. ബ്രസ്റ്റ് മിൽക്ക് കൂടാൻ കറുക ഗ്രാസ് ജ്യൂസ് അത് ജ്യൂസ് പോലെ ആക്കി കുടിക്കുന്നത് നല്ലതാണെന്നാണ് പറയുന്നത്. പിന്നെ ഇതിനൊന്നും ടേസ്റ്റ് ഒന്നും ഉണ്ടാവില്ല. ടേസ്റ്റ് ഉള്ളതിന് ഗുണം കുറയും, ടേസ്റ്റ് ഇല്ലാത്തതിന് ഗുണം കൂടുതൽ എന്നാണ് കേൾക്കുന്നത്. പൊതുവെ അങ്ങനെയാണ്. സോ ബ്രസ്റ്റ് മിൽക്ക് ഇൻക്രീസ് ചെയ്യാൻ കറുക ലീവ്സിന്റെ കറുക ഗ്രാസ് ജ്യൂസ് വളരെ നല്ലതാണെന്നാണ് പറയുന്നത്. Vegetables, all vegetables have the capacity to reproduce human cells. വെജിറ്റേറിയൻ ഫുഡ്സ് നമുക്ക് കുറെ കാര്യങ്ങൾ വെജിറ്റേറിയൻ ഫുഡിൽ നിന്ന് കിട്ടുന്നതാണ്. കുറെ നോക്കിയാൽ നിങ്ങൾക്ക് കിട്ടും. ഞാനിപ്പോ ജസ്റ്റ് ഒരു ബ്രീഫിംഗ് മാത്രമേ പറഞ്ഞുള്ളൂ. നെക്സ്റ്റ്, നോൺ വെജിറ്റേറിയൻ ഫുഡ്. Actually, non-veg foods are not much essential for man, the human being എന്നാണ് പറയണത്. കാരണം നമുക്ക് ഓൾമോസ്റ്റ് എല്ലാം തന്നെ ഈ വെജിറ്റേറിയൻ ഫുഡിൽ നിന്ന് കിട്ടുന്നുണ്ട്. പക്ഷെ ചിലത് ഫിഷിലാണ് കുറെ കൂടെ omega-3 ഫാറ്റി ആസിഡ് അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം. ഫിഷ് കുറെ കൂടെ നോൺ വെജില് കുറച്ചുകൂടെ ഹെൽത്തി ആണെന്ന് പറയാം. പിന്നെ നോൺ വെജിറ്റേറിയൻ ഫുഡിന്റെ ഒരു യുണീക്ക് ആയിട്ടുള്ള ഒരു കാര്യം പറയാന്ന് വെച്ച് കഴിഞ്ഞാൽ, കമ്പയർഡ് ടു വെജിറ്റേറിയൻ ഫുഡ് പ്രോട്ടീൻസും ഫാറ്റ്സും കൂടുതലായിരിക്കും. ബാക്കിയുള്ളതെല്ലാം നമുക്ക് വെജിറ്റേറിയൻ ഫുഡിൽ നിന്ന് കിട്ടും. ബാക്കിയുള്ള ന്യൂട്രിയൻസ് എല്ലാം വെജിറ്റേറിയൻ ഫുഡിനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ നോൺ വെജിറ്റേറിയൻ ഫുഡിൽ ലോ ആയിരിക്കും. ആകെ പ്രോട്ടീൻ ഫാറ്റ് ഹൈ ആയിരിക്കും. ബാക്കിയുള്ള കണ്ടന്റ്സ് എല്ലാം കമ്പയർഡ് ടു വെജിറ്റേറിയൻ ഫുഡ് നോൺ വെജിറ്റേറിയൻ ഫുഡിൽ ലോ ആയിരിക്കും. നോൺ വെജ് ഫുഡിനെ കുറിച്ച് പറയാൻ ഇതുള്ളത് ഫിഷ്, മീറ്റ്, എഗ്, ഇതെല്ലാം ഇതിനകത്ത് ഒരു എഗ് ഒരു വെജ് ആണോ നോൺ വെജ് ആണോ എന്നൊക്കെ ഒരു കൺഫ്യൂഷൻ ഒക്കെ നടക്കുന്നുണ്ട്. പക്ഷെ നമുക്ക് അനിമലിൽ നിന്ന് കിട്ടുന്നു അവിടെ വെച്ച് നോക്കുമ്പോൾ മിൽക്കിന്റെ കാര്യം ഒരു കൺഫ്യൂഷൻ വരും. സോ എന്നാലും
നോൺ ഇതിലാണ് എഗ് പലപ്പോഴും ഇൻക്ലൂഡ് ചെയ്യാറ്. ഇതാണ് അപ്പൊ എന്താ പറയാ, ശരിക്കുള്ളൊരു ഡിഫറൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രോട്ടീൻസ്, ഫാറ്റ്സ് കമ്പയർഡ് ടു വെജ് ഫുഡ് നോൺ വെജിൽ കൂടുതലായിരിക്കും. അതർ ന്യൂട്രിയൻസ് വെജിലാണ് കൂടുതൽ. ഫിഷ് ആണ് ഈ ഫിഷ് മീറ്റ് വെച്ച് നോക്കുമ്പോൾ കുറച്ചുകൂടെ ഹെൽത്തി ഫിഷ് ആയിരിക്കും എന്നാണ് പറയുന്നത്. പിന്നെ അത് കുക്ക് ചെയ്ത് കഴിക്കുന്ന ആ ഒരു ഹെൽത്തി വേയിൽ തന്നെ അത് യൂസ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കണം എന്ന് പറയാറുണ്ട്. പലപ്പോഴും ചില അസുഖങ്ങൾ വരുമ്പോൾ നമുക്ക് കൂടുതൽ റെസ്ട്രിക്ഷൻ വരുന്നത് നോൺ വെജ് ഫുഡിലാണ്. നോൺ വെജ് ഫുഡ് യൂസ് ചെയ്യുന്ന ആൾക്കാണ് ഒരു ഡിസീസ് എങ്കിൽ ഏറ്റവും കൂടുതൽ റെസ്ട്രിക്ഷൻ വരുന്നത് നോൺ വെജ് ഫുഡിലാണ്. കൂടുതലും പറയുന്ന ക്വാണ്ടിറ്റി കുറയ്ക്കാനും കറി വെച്ച് കഴിക്കാനും ശ്രദ്ധിക്കണം, അല്ലെങ്കിൽ എണ്ണയില്ലാതെ കുക്ക് ചെയ്ത് കഴിക്കാൻ ശ്രദ്ധിക്കണം എന്നൊക്കെയുള്ള രീതിയിൽ കൂടുതലും നമുക്ക് റെസ്ട്രിക്ഷൻ വരുന്നത് നോൺ വെജ് ഫുഡിലാണ്. അതുകൊണ്ട് നമുക്ക് അറിയാൻ പറ്റും ഏതിനാണ് അപ്പോൾ ബുദ്ധിമുട്ട് കൂടുതൽ. ഹെൽത്ത് റിലേറ്റഡ് കാര്യങ്ങൾ വരുമ്പോൾ റെസ്ട്രിക്ഷൻ വന്നത് അതിനാണെന്നുള്ളത് മനസ്സിലാവും. ഫിഷ് ദിവസം കഴിക്കൂ എന്ന് പലപ്പോഴും ഫിഷ് കഴിക്കുന്നവരോട് പറയാറുണ്ട്. സോ മീറ്റിന്റെ കേസിൽ റെഡ് മീറ്റ് ഒഴിവാക്കുക എന്ന് പറയാറുണ്ട്. ചിക്കൻ കഴിക്കാം. ഡയറ്റ് നോക്കുന്നവർക്കും ജിമ്മിലൊക്കെ പോകുന്നവർക്കൊക്കെ തന്നെ അതിനൊരു അളവും പറഞ്ഞ് കേൾക്കാറുണ്ട്. ഈ ശരിക്കും ഫുഡിനെ മൂന്നായിട്ട് കാറ്റഗറി ചെയ്തിട്ട് ഫുഡ് കാറ്റഗറീസ് തന്നെ മൂന്നുണ്ട്. ഈ നമ്മള് ഫുഡ് ടൈപ്സ് രണ്ടായിരുന്നു, വെജിറ്റേറിയൻ ഫുഡ്, നോൺ വെജിറ്റേറിയൻ ഫുഡ്. ഇത് തന്നെ കഴിക്കുന്ന രീതി അനുസരിച്ച് 3 കാറ്റഗറീസ് ഉണ്ട്. നമ്മൾ കൺസ്യൂം ചെയ്യുന്ന രീതി അനുസരിച്ച്. അതായത് ഒരു സെഷൻ ചില ആളുകൾ ഇങ്ങനെ കഴിക്കുന്നവരുണ്ടെന്ന് വിചാരിക്കും. ഫ്രൂട്ട്സ്, നട്ട്സ്, വെജിറ്റബിൾസ്, ലീഫി വെജിറ്റബിൾസ് ആദ്യത്തെ കാറ്റഗറിയിൽ വരും. അതിന് ഇവിടെ ഒരു സംസ്കൃതം വേർഡാണ് യൂസ് ചെയ്യുന്നത്. നമുക്ക് അത് വേണ്ട. കാറ്റഗറി 1, കാറ്റഗറി 2, കാറ്റഗറി 3. ഹൗ വി കൺസ്യൂംസ് ഫുഡ് അതനുസരിച്ച് മൂന്നായിട്ട് കാറ്റഗറി ചെയ്തിരിക്കുന്നു. ഫസ്റ്റ് കാറ്റഗറിയിൽ ഫ്രൂട്ട്സ്, നട്ട്സ്, വെജിറ്റബിൾസ്, ലീഫി വെജിറ്റബിൾസ്. നെക്സ്റ്റ് വൺ സെക്കൻഡ് കാറ്റഗറി എഗ്, ഫിഷ്, മീറ്റ്, then food items mixed with salt, sour, പുളിയുള്ളത് ആൻഡ് അതർ ആർട്ടിഫിഷ്യൽ ടേസ്റ്റ് മേക്കേഴ്സ്. അത് സെക്കൻഡ് കാറ്റഗറിയിൽ വരുന്നു. അപ്പൊ ഫസ്റ്റ് കാറ്റഗറിയിൽ യാതൊരു ആർട്ടിഫിഷ്യലും ഇല്ല, എല്ലാം വെജിറ്റബിൾസും നട്ട്സും അങ്ങനെയുള്ള കാര്യങ്ങളായിരുന്നു ഫസ്റ്റ് കാറ്റഗറിയിൽ വന്നത്. ഫ്രൂട്ട്സ്, നട്ട്സ്, വെജിറ്റബിൾസ്, സാധാരണ വെജിറ്റബിൾസും ലീഫി വെജിറ്റബിൾസും അത് ഫസ്റ്റ് കാറ്റഗറിയിൽ വന്നു. അപ്പൊ പ്യുവർ ആയിട്ട് വെജിറ്റേറിയൻ ഫുഡ് ആയിരുന്നു അത്. സെക്കൻഡ് കാറ്റഗറി വന്നപ്പോൾ എഗ്, ഫിഷ്, മീറ്റ്, അതുപോലെ തന്നെ സോൾട്ടഡ്, അതായത് ഉപ്പിലിട്ട ടൈപ്പ് സോൾട്ടഡ് ഫുഡ് ഐറ്റംസ്. ചിലപ്പോൾ ഉപ്പിലിട്ട് പ്രിസർവ് ചെയ്തതായിരിക്കാം, ഫ്രഷ് ആയിട്ടുള്ളതായിരിക്കില്ല. കുറെ നാളുകൾ ഏതെങ്കിലും ഭരണിക്കകത്തൊക്കെ ആക്കി ഉപ്പിലിട്ട് പ്രിസർവ് ചെയ്ത ടൈപ്പ്, മാങ്ങ ഉപ്പിലിട്ടത്, അങ്ങനെ കുറെ ഉപ്പിലിട്ട കാര്യങ്ങളുണ്ടല്ലോ. സോർ ആൻഡ് അതുപോലെ തന്നെ പുളിയുള്ളതും പിന്നെ ആർട്ടിഫിഷ്യൽ ടേസ്റ്റ് മേക്കേഴ്സ് ആഡ് ചെയ്തുണ്ടാക്കിയ ഫുഡ് എല്ലാം സെക്കൻഡ് കാറ്റഗറിയിൽ വരും. ഓക്കെ, തേർഡ് കാറ്റഗറി എന്ന് പറഞ്ഞാൽ നമ്മൾ ചില ഫുഡ് ഐറ്റംസ് കുളിപ്പിച്ച് ഉപയോഗിക്കില്ലേ. ഇപ്പൊ പാല് അതിനെ ഇതാക്കി നമ്മൾ തൈരായിട്ടും മോരായിട്ടും യൂസ് ചെയ്യുന്നത്. പിന്നെ ചില ഫുഡ് ഐറ്റംസ് ഒരു 3-4 hours മുമ്പേ കുക്ക് ചെയ്തിട്ട് അത് ഉപയോഗിക്കുന്നത്. ചിലത് ഫ്രിഡ്ജിൽ യൂസ് ചെയ്തിട്ട് ഉപയോഗിക്കുന്നത്, റെഫ്രിജറേറ്ററിൽ യൂസ് ചെയ്ത് ഉപയോഗിക്കുന്ന ടൈപ്പ്. അതാണ് തേർഡ് കാറ്റഗറിയിൽ വരുന്നത്. ഇതിനകത്ത് നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഹെൽത്തി ആയിട്ട് ഫീൽ ചെയ്തത് ഏതായിരുന്നു? ഫസ്റ്റ് കാറ്റഗറി ഫസ്റ്റ് കാറ്റഗറി തന്നെയാണ് ഫസ്റ്റ് അല്ലെ. സെക്കൻഡ് കാറ്റഗറി വേണമെങ്കിൽ വല്ലപ്പോഴും ആകാം, പ്രോബ്ലം ഇല്ല. അല്ലെങ്കിൽ ഈ ഫസ്റ്റ് കാറ്റഗറിക്ക് കൂടുതൽ പ്രയോറിറ്റി കൊടുത്തിട്ട് ചെറിയ അളവിലാകാം, കുഴപ്പമില്ല. പക്ഷെ തേർഡ് കുറച്ചുകൂടി തൈരൊക്കെ കുഴപ്പമില്ല, നമ്മളിപ്പോ പുളിപ്പിച്ച് പാലിനെ ഇതാക്കി തൈരാക്കുന്നത് അത് ഓക്കെയാണ്. പക്ഷെ ചിലത് ഇങ്ങനെ ടിൻഡ് ഫുഡൊക്കെ ഇല്ലേ, കുറെ വർഷങ്ങൾ പ്രോസസ് ചെയ്ത് ചിലപ്പോൾ 1-2 years ഒക്കെ അങ്ങനെയൊക്കെ ഉപയോഗിക്കുന്ന ക്യാൻഡ് ഫുഡ്, ക്യാനിൽ വരുന്നത്, അതെല്ലാം ഈ തേർഡ് കാറ്റഗറിയിൽ വരും. പിന്നെ ഫ്രിഡ്ജിൽ വെച്ച് അങ്ങനെ ചൂടാക്കി അങ്ങനെ യൂസ് ചെയ്യുന്നത്. പിന്നെ അതുപോലെ തന്നെ ഫ്രോസൺ ആയിട്ടുള്ള സാധനങ്ങൾ നമ്മൾ ഇതുപോലെ ഷോപ്പിൽ നിന്ന് വാങ്ങും. അത് മേ ബി അവിടെ ഇരിക്കാൻ തുടങ്ങിയിട്ട് തന്നെ 2-3 months ആയിരിക്കും. അപ്പൊ അതിന് ലൈഫ് കൊടുക്കാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും പ്രിസർവേറ്റീവ് കൊടുത്ത് എക്സ്പയറി ഡേറ്റ് ചിലപ്പോൾ 1 year ഒക്കെ കാണിക്കാം. അങ്ങനെയൊക്കെയുള്ള ഫുഡ് എല്ലാമാണ് തേർഡ് കാറ്റഗറിയിൽ വരുന്നത്.
അപ്പൊ നമ്മൾ ഫുഡ് കൺസ്യൂം ചെയ്യുന്ന രീതി അനുസരിച്ച് ഈ ഫുഡ് കാറ്റഗറീസ് 3 ആയിട്ടുണ്ട്. ഇതിനെ ശരിക്കും സംസ്കൃതത്തില് സ്വാത്വിക്, രാജസിക് ആൻഡ് താമസിക് എന്ന് പറഞ്ഞിട്ട് നമുക്ക് അത് വേണമെന്നില്ല. കാറ്റഗറി 1, കാറ്റഗറി 2, കാറ്റഗറി 3 എന്നുള്ള രീതിയിൽ നിങ്ങൾക്ക് യൂസ് ചെയ്യാം. ഇനി ആ വേർഡ് തന്നെ വേണമെങ്കിൽ അത് യൂസ് ചെയ്യാം. ഇനി നോൺ വെജ് കഴിച്ചാൽ ഈ ബോൺസിനൊക്കെ നല്ല കിട്ടാൻ വേണ്ടിയിട്ട് നോൺ വെജ് കഴിക്കുന്നത് നല്ലതാണെന്ന് അറിയില്ല. അതെ, ഫിഷിന്റെ പറ്റി കൂടുതൽ കേട്ടിട്ടുണ്ട്. ലൈക്ക് മുള്ളോട് കൂടി കഴിക്കാൻ പറ്റുന്ന കാൽസ്യത്തിന്റെ കണ്ടന്റ് അതിനകത്ത് ഉണ്ടായിരിക്കും. മുള്ളുള്ളത് കഴിക്കാൻ. അപ്പൊ എനിക്ക് ഹെയർ ലോസ് വന്നപ്പോ എന്നോട് ഡോക്ടർ പറഞ്ഞത് കൂടുതൽ സീ ഫുഡ് കഴിക്കാന്ന് പറഞ്ഞത്. അതായത് ഞണ്ട്, കക്ക, ചെമ്മീൻ, ഈ 3 എനിക്ക് അത്ര ഇഷ്ടമുള്ളതല്ല. അത് കഴിക്കാൻ പറഞ്ഞു. നമുക്ക് അന്ന് പറഞ്ഞ സമയത്ത് 30+ കഴിഞ്ഞിട്ടുണ്ട്. ഞാൻ പറഞ്ഞു ഇനി അത് ഞാൻ കൂടുതൽ കഴിച്ചു കഴിഞ്ഞാൽ എനിക്ക് വേറെ വല്ല അസുഖം വരുന്ന ഞാൻ ഡോക്ടറോട് പറഞ്ഞു. കാൽസ്യം കൂടുതലുള്ള ഫുഡ് കഴിക്കാൻ ഫുഡ് കഴിക്കാൻ പറയും. അപ്പൊ അന്ന് അങ്ങനെ നമുക്ക് ചിലപ്പോ താല്പര്യമില്ലാത്ത വെജ് ആണെങ്കിൽ നമ്മൾ എങ്ങനെയും കുറെ കഴിക്കും. പക്ഷെ താല്പര്യമില്ല ഇപ്പൊ ഏത് ചെറിയ പ്രായത്തിൽ വെജും കഴിക്കാൻ കുട്ടികൾക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. വേറെ ഫോമിലൊക്കെ നമ്മൾ ആക്കി മാറ്റി അങ്ങനെയൊക്കെ കൊടുക്കേണ്ടി വരും. പക്ഷെ ഒരു ഏജ് കഴിയുമ്പോഴേക്കും കുട്ടികൾക്ക് ഒരു സെൽഫ് കോൺഷ്യസ് വരും. അവരുടെ ഹെൽത്തിനെ കുറിച്ച് അവർ കൂടുതൽ കോൺഷ്യസ് ആവും. അപ്പൊ അവര് എല്ലാം തന്നെ കഴിക്കുന്നത് തന്നെയാണ് എൻ്റെ ഒരു അഭിപ്രായം. അപ്പൊ നിങ്ങൾക്ക് ഇന്ന് പറഞ്ഞതിന്റെ ഒരു ആക്ടിവിറ്റി ആയിരുന്നു വെജ് ഫുഡ്, നോൺ വെജ് ഫുഡ്, അതിന്റെ കമ്പാരിസൺ, അതിനെ കുറിച്ചുള്ള കംപ്ലീറ്റ് ഡീറ്റെയിൽസ് കളക്ട് ചെയ്യാം. പിക്ചേഴ്സ് വേണമെന്നും അങ്ങനെ നോക്കാം. അങ്ങനെ എങ്ങനെയാണെങ്കിലും ഒരു പ്രോബ്ലം അല്ല. അതിൽ പ്രത്യേകിച്ച് കണ്ടീഷൻസ് ഇല്ല. നമുക്ക് അതിനെ കുറിച്ചുള്ള മാക്സിമം ഡേറ്റാസ് കിട്ടണം. ഒരു ഡേറ്റാ ബേസ്, വെജിറ്റേറിയൻ ഫുഡും നോൺ വെജിറ്റേറിയൻ ഫുഡ്. ഓക്കെ, നെക്സ്റ്റ് ഒരു ആക്ടിവിറ്റി, ചെറിയൊരു ആക്ടിവിറ്റിയാണ് പ്രിൻസിപ്പിൾസ് ഓഫ് ഫുഡ്. ഞാൻ കുറച്ച് സ്റ്റേറ്റ്മെന്റ് ഞാൻ തരാം. നിങ്ങൾക്ക് മാക്സിമം സ്റ്റേറ്റ്മെന്റ് നിങ്ങളുടെ എക്സ്പീരിയൻസ്, യു ക്യാൻ ജസ്റ്റ് മേക്ക് മോർ സ്റ്റേറ്റ്മെന്റ് ഫ്രം യുവർ എക്സ്പീരിയൻസസ്. നമ്മൾ ഫുഡ് കൺസ്യൂം ചെയ്യുമ്പോൾ എങ്ങനെയാ പറയുന്നത്? വി ഹാവ് ടു ഈറ്റ് food till only 50% of our stomach. 50% stomach fill ആവുന്നത്ര കഴിക്കുക. 25% water. Keep remaining 25% unfilled. ആ ഒരു രീതിയാണ് പറയുന്നത്. വയറ് പൊട്ടുന്ന പോലെ ഫുഡ് എടുക്കരുതെന്ന് പറയും അല്ലെ. 50% നമ്മൾ കഴിക്കാൻ ഉദ്ദേശിക്കുന്ന ഫുഡ് നിറയണം. 25% വാട്ടർ, റിമൈനിങ് 25% അൺഫിൽഡ്. ഇത് മനസ്സിലാകണമെങ്കിൽ നമ്മൾ നോർമലി കഴിക്കുന്ന ഒരു രീതിയിൽ നിന്ന് ഒന്ന് വ്യത്യാസപ്പെടുത്താം. ചില സമയത്ത് നമുക്ക് ഭക്ഷണം കഴിച്ചു കഴിയുമ്പോഴേക്കും എണീക്കാൻ വയ്യ. പൊതുവേ നമ്മൾ ഇഷ്ടപ്പെട്ട എന്തെങ്കിലും ആകുമ്പോൾ, അല്ലെങ്കിൽ നമ്മളൊരു സദ്യ കഴിക്കുമ്പോഴോ, ഞാൻ ഇഷ്ടപ്പെട്ട എന്ത് കഴിക്കുമ്പോഴും നമ്മൾ കുറച്ചധികം കഴിച്ചു പോവുകയാണെങ്കിൽ നമുക്ക് അത് ഫില്ലായി, വെള്ളം കൂടെ കുടിച്ച് കഴിഞ്ഞപ്പോഴേക്കും ഫില്ലായി. അപ്പൊ അതിന്റെ അളവ് കുറയ്ക്കുമ്പോൾ നമുക്കത് മനസ്സിലാവും. ഓക്കെ, അത് എങ്ങനെയാണ് 50%, 25% വാട്ടർ, 25% അൺഫിൽഡ്. According to hunger, we have to take care that we have to consume food according to our hunger. നമ്മളുടെ വിശപ്പിനനുസരിച്ച് വേണം ഫുഡ് കഴിക്കാൻ. ആൻഡ് ഡൈജഷൻ കപ്പാസിറ്റി, കുഞ്ഞു കുട്ടികൾക്ക് ഡൈജസ്റ്റ് ചെയ്യാൻ പറ്റാത്ത രീതിയിൽ ഫുഡ് കൊടുക്കരുത് അല്ലെ. നമ്മൾ ആദ്യം അവർക്ക് ലിക്വിഡ് ഫോമിലായിരുന്നു, പിന്നെ അത് സെമി സോളിഡ് ആയി, പിന്നെ കുറച്ചുകൂടെ അവർ വലുതാവുമ്പോഴാണ് ഫുൾ സോളിഡ് ഫോമിലേക്ക് നമ്മൾ മാറ്റുള്ളൂ അല്ലെ. അപ്പൊ അതുപോലെ നമ്മളുടെ വിശപ്പിനനുസരിച്ചും ബോഡിയുടെ ഡൈജഷൻ കപ്പാസിറ്റി അനുസരിച്ച് വേണം ഫുഡ് കൺസ്യൂം ചെയ്യാൻ. പിന്നെ പറയുന്നൊരു പ്രിൻസിപ്പിൾ നിങ്ങൾക്ക് അറിയായിരിക്കുമല്ലോ, ചൂ ദ ഫുഡ് പ്രോപ്പർലി വൈൽ ഈറ്റിംഗ്. ഭക്ഷണം കഴിക്കുമ്പോൾ നല്ലതുപോലെ ചവച്ചരച്ച് കഴിക്കുക. വളരെ സ്പീഡിൽ കഴിക്കുന്നതും വളരെ സ്ലോലി കഴിക്കുന്നതും ഇറ്റ്സ് നോട്ട് ഗുഡ്. ഈറ്റിംഗ് ഐദർ സ്പീഡ്ലി ഓർ വെരി സ്ലോലി ഈസ് നോട്ട് ഗുഡ്. എന്തെങ്കിലും പറയാനുള്ള സ്റ്റേറ്റ്മെന്റ് ഉണ്ടെങ്കിൽ പറഞ്ഞു. എന്തെങ്കിലും മനസ്സിലേക്ക് വരുന്നുണ്ടോ? ഫുഡ് കഴിക്കുമ്പോ വേറെ ഒരാൾക്ക് ഭാവന പറഞ്ഞേ കേട്ടില്ല. നസീമ പറഞ്ഞ കേട്ടു. പയ്യെ തിന്നാൻ പനിയില്ല. ഫുഡ് കഴിക്കുമ്പോ ടിവിയോ ഫോണോ ഒന്നും കാണാതെ. യെസ്, കറക്റ്റ്.
കറക്റ്റ്. ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുമ്പോ വെള്ളം കുടിക്കരുതെന്ന് പറയുന്നു. യെസ്, കറക്റ്റ്. അരമണിക്കൂർ മുമ്പ് വെള്ളം കുടിച്ചിട്ട് വേണം ഫുഡ് കഴിക്കാനെന്ന്. ഈ നമുക്ക് ബുദ്ധിമുട്ട് തോന്നുവാണെങ്കിൽ അത് നമുക്കൊന്ന് ബ്രേക്ക് ചെയ്യാൻ പറ്റും അല്ലെ? കാരണം വെച്ചാൽ പെട്ടെന്ന് ഇങ്ങനെ കഴിച്ചുകൊണ്ടിരുന്നപ്പോ തലയിൽ കയറും അങ്ങനെയൊക്കെ ചെയ്യുമ്പോഴേക്കും നമുക്ക് അല്പം വാട്ടർ കൺസ്യൂം ചെയ്യാം. നോ പ്രോബ്ലം. യൂസ് വാട്ടർ ബിഫോർ ഓർ ആഫ്റ്റർ ഫുഡ്, നോട്ട് ഇൻ ബിറ്റ്വീൻ എന്നാണ് ശരിക്കും പ്രിൻസിപ്പിൾ പറയുന്നത്. പക്ഷെ ഒരു ബുദ്ധിമുട്ട് വന്നാൽ വി ക്യാൻ ഹാവ്. പിന്നെ ഭക്ഷണം കഴിക്കുമ്പോൾ നമ്മൾ എല്ലാവരും കൂടെ ഇരുന്നായിരിക്കും ഭക്ഷണം കഴിക്കുക അല്ലെ? ഡോണ്ട് ബ്ലെയിം ഈച്ച് അതർ വൈൽ ഹാവിങ് ഫുഡ്. നമ്മൾ ഭക്ഷണം കഴിക്കുമ്പോൾ വിമർശനങ്ങൾ, ഒരാളെ കുറ്റപ്പെടുത്തി സംസാരിക്കുകയോ അങ്ങനെയൊന്നും ചെയ്യരുത്. സന്തോഷത്തോടു കൂടി തന്നെ ഫുഡ് കഴിക്കണം എന്ന് പറയും. ഭക്ഷണം കഴിക്കുന്ന സമയത്ത് സംസാരിക്കാൻ പാടില്ല. അതെ, ഉറക്കെ ചിരിക്കുക, അങ്ങനെ കഴിച്ചുകൊണ്ട് അങ്ങനെ ചിരിക്കുക അങ്ങനെയൊന്നും പാടില്ല എന്ന് പറയും. പിന്നെ നൈറ്റില് ഹെവി ഫുഡ് കഴിക്കരുതെന്ന് പറയും അല്ലെ? ഡോണ്ട് കൺസ്യൂം ഹെവി ഫുഡ് ഡ്യൂറിങ് നൈറ്റ്. നമ്മളൊരു മെയിൻ ആയിട്ടൊരു ഫുഡ് കഴിച്ചു, ആഫ്റ്റർ വൺ ടൈം ഫുഡ് ലീവ് എ ഗ്യാപ്പ് ഫോർ 4 or 5 hours. ചെറിയ സ്നാക്ക് എടുക്കുന്ന പോലെയല്ല, നമ്മുടെ മെയിൻ ബ്രേക്ക്ഫാസ്റ്റ്, ലഞ്ച്, ഡിന്നർ, ഇത് തമ്മിലുള്ള ഗ്യാപ്പ് എപ്പോഴും 4 or 5 hours ഉണ്ടോന്ന് ചെക്ക് ചെയ്യണം. ഫാസ്റ്റിംഗ് 1 time in a week ഈസ് ബെറ്റർ എന്നാണ് പറയുന്നത്. ആഴ്ചയിൽ ഒരു പ്രാവശ്യമൊക്കെ ഫാസ്റ്റ് ചെയ്യാം. നൈറ്റില് ഫാസ്റ്റ് ചെയ്യുന്നത് നന്നായിരിക്കും എന്ന് പറയാം. പക്ഷെ നമ്മുടെ വീട്ടില് പ്രായമുള്ളവരുണ്ടെങ്കിൽ അവര് സമ്മതിക്കില്ല. അതാണ് പ്രശ്നം, കിടക്കരുതെന്നൊക്കെ ഇങ്ങനെ പറയണേക്കാളും. പിന്നെ ഈവനിങ്, അതായത് ഡിന്നർ ഓർ സപ്പർ ഷുഡ് ബി, ഇവിടെ പറയണത് ബിഫോർ സൺസെറ്റ് എന്നാണ്. അത് നമുക്ക് നടക്കാറില്ല. എന്നാലും 7 o'clock 8 മുമ്പായിട്ട് നമുക്ക് കഴിക്കാൻ പറ്റുവാണെങ്കിൽ നല്ലതായിരിക്കും. ഓക്കെ, അപ്പൊ പ്രിൻസിപ്പിൾസ് ഓഫ് ഫുഡ് ആണ്. അത് നിങ്ങൾക്ക് നിങ്ങൾ ശീലിച്ച കാര്യങ്ങളും എക്സ്പീരിയൻസ് ചെയ്ത കാര്യങ്ങളും ചേർത്ത് അതിങ്ങനെ 1 2 3 എന്നും പറഞ്ഞിട്ട് പോയിന്റ്സ് ആയിട്ട് എഴുതാം. അതൊരു ആക്ടിവിറ്റി, പ്രിൻസിപ്പിൾസ് ഓഫ് ഫുഡ്. ഓക്കെ, നമ്മള് ഫസ്റ്റ് യൂണിറ്റ് പഠിച്ചപ്പോ ഫിസിക്കൽ ഫിറ്റ്നസ് പഠിച്ചു, എക്സസൈസ്. നമ്മളിപ്പോ ഒരു ഡെഡ് ബോഡിയുടെ അവസ്ഥ എന്താ? നോ മൂവ്മെന്റ് അല്ലെ? ഒരു അനക്കമില്ല, ഡെഡ് ബോഡി അല്ലെ? അപ്പൊ നോ ലൈഫ് വിത്തൗട്ട് മൂവ്മെന്റ്. അതാണ് ശരിക്കും എക്സസൈസിന്റെ മെയിൻ പോയിന്റ്, നോ ലൈഫ് വിത്തൗട്ട് മൂവ്മെന്റ്. അപ്പൊ നമ്മള് ഫിസിക്കൽ ആക്ടിവിറ്റി എല്ലാവരും ശീലമാക്കണം എന്നാ പറയാം. നമ്മളുടെ ബോഡി എപ്പോഴും മൂവ് ചെയ്തുകൊണ്ടിരിക്കണം, എന്നാലാണ് അത് കൂടുതൽ ലൈവ് ആകുള്ളൂ. അതാണ് ശരിക്കും ഉദ്ദേശിച്ചത്. ലൈവ് ആകും, മോർ സ്ട്രോങ്ങർ ആകും, ഡൈജഷൻ കറക്റ്റ് ആകും, ബ്ലഡ് സർക്കുലേഷൻ കറക്റ്റ് ആകും, ബോഡി, നമ്മുടെ ഫുൾ ഹ്യൂമൻ ബോഡി അത് സ്മൂത്ത് ആയിട്ട് വർക്ക് ചെയ്യും. എക്സസൈസ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞതേ ഉള്ളൂ. നമ്മൾ ഓൾറെഡി ഫിസിക്കൽ ഫിറ്റ്നസിനെ കുറിച്ചുള്ള ആക്ടിവിറ്റി എല്ലാം ചെയ്തു കഴിഞ്ഞു. കറക്റ്റ് അളവില് എക്സസൈസ് വേണം, അല്ലെങ്കിൽ അത് പല അസുഖങ്ങൾക്കും കാരണമാകും. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ജസ്റ്റ് ഇതൊന്ന് പറഞ്ഞു. റിജോ, നമ്മളുടെ യൂണിറ്റ് 3 ഒന്ന് ഷെയർ ചെയ്യാമോ? റിജോ കേട്ടോ? ഓക്കെ, നോ പ്രോബ്ലം. റിജു, ഓക്കെ, റിജു ഒന്ന് ഷെയർ ചെയ്യണേ. റിജു അത് എടുക്കുമ്പോഴേക്കും നമുക്ക്, അതായത് നമ്മൾ ഓൾറെഡി പ്രോട്ടീൻസ്, കാർബോഹൈഡ്രേറ്റ്സ്, മിനറൽസ്, വൈറ്റമിൻസ് എല്ലാം നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. അപ്പൊ അതില് നമുക്ക് നമ്മളുടെ നോട്ട്സില് ചെറിയൊരു ബ്രീഫിംഗ് ഉണ്ട്. സെക്കൻഡ് പേജ് കേട്ടോ, യൂണിറ്റ് 3 സെക്കൻഡ് പേജ്. കോൺസ്റ്റിറ്റ്യൂവൻസ് ഓഫ് ഫുഡ്. നമ്മൾ പ്രോട്ടീൻസ് ഓൾറെഡി നമ്മൾ പറഞ്ഞതാണ്. ആ പേജ് തന്നെ പ്രോട്ടീൻസ് കണ്ടത്. ഓക്കെ, proteins are necessary for the growth of the body. They contain carbon, hydrogen, oxygen, sulfur, etc. അങ്ങനെ കുറെ കാര്യങ്ങളെല്ലാം പറഞ്ഞു.
പ്രോട്ടീൻസിനെ അവിടെ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തേക്കണ കാണാം. അനിമൽ പ്രോട്ടീൻസ്, വെജിറ്റബിൾ പ്രോട്ടീൻ. ഓക്കെ, ഈ അനിമൽ പ്രോട്ടീൻസ് വൈഡ്ലി യൂസ് ചെയ്യുന്നുണ്ട് പ്രോട്ടീൻ പാർട്ടിക്കിൾസ് ഉണ്ടാക്കാൻ. അതായത് നമ്മള് പ്രോട്ടീൻ പൗഡർ എന്ന് കേട്ടിട്ടുണ്ട്. പോയോ റിജു? പേജ് കാണുന്നില്ലല്ലോ. അനിമൽ പ്രോട്ടീൻസ് കൂടുതലായിട്ട് യൂസ് ചെയ്യുന്നുണ്ട് ഫുഡ് ഇൻഡസ്ട്രിയില്. നിങ്ങൾ കേട്ടിട്ടുണ്ടാവും ജെലാറ്റിൻ. കേട്ടിട്ടില്ല എല്ലാരും? കേട്ടിട്ടുണ്ട് മാം. ബേക്കിങ്ങിനൊക്കെ യൂസ് ചെയ്യും. ജെലാറ്റിൻ എല്ലാം എന്താ പറയാ, ഈ അനിമൽ പ്രോട്ടീൻസ് വരുന്നതാണ്. അനിമൽ പ്രോട്ടീൻസ് ഇല്ലാത്തതുണ്ട്, ചൈന ഗ്രാസ് അങ്ങനെ ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട്. ഓക്കെ, പിന്നെ നമ്മൾ ഈ തൈര് ഉണ്ടാക്കുമ്പോൾ ചില സമയത്ത് വെള്ളം ഇങ്ങനെ സെഡിമെന്റ് പോലെ വരില്ലേ, ഒരു കട്ട പോലെ തൈരിന്റെ ഭാഗം വരുമ്പോൾ അതിനകത്ത് കുറച്ച് വാട്ടറി പോർഷനും കാണാറില്ലേ? യെസ് മാം. വാട്ടറി പോർഷൻ ഓഫ് മിൽക്ക് ദാറ്റ് സെപ്പറേറ്റ്സ് ഫ്രം ദ കേർഡ്സ്. അങ്ങനെ തൈര് ഉണ്ടാക്കുമ്പോൾ ആ വാട്ടറി പോർഷൻ അതൊരു അനിമൽ പ്രോട്ടീന് ഒരു എക്സാമ്പിൾ ആണ്. അപ്പൊ നിങ്ങൾ അനിമൽ പ്രോട്ടീൻ എന്ന് കാണുമ്പോൾ അനിമലിന്റെ മീറ്റിന് അങ്ങനെ വിചാരിക്കണ്ട. നമുക്ക് കിട്ടുന്ന മിൽക്കിന്റെ വാട്ടറി മിൽക്ക് നമുക്ക് അനിമലിൽ നിന്ന് കിട്ടുന്നതല്ലേ, അതിൽ നിന്നും കേർഡ് ഉണ്ടാക്കുന്ന സമയത്ത് വാട്ടറി പോർഷൻ അതൊരു അനിമൽ പ്രോട്ടീൻ ആണ്. പാല് തൈര് ഒഴിച്ച് വെക്കുമ്പോ അതിനകത്ത് വരുന്ന വാട്ടർ ആണോ പറഞ്ഞത്? അതെ അതെ, അത് തന്നെ. ചിലപ്പോ നമുക്ക് സെറ്റ് കേർഡാവും, അല്ലാതെ ചില സമയത്ത് വെള്ളം കുറച്ച് വരും, ഒരു വാട്ടറി പോർഷൻ പോലെ വരും. അത് അനിമൽ പ്രോട്ടീൻ്റെ ഒരു എക്സാമ്പിൾ ആണ്. പിന്നെ അതുപോലെ തന്നെ ഈ കൗവിന്റെ മിൽക്കില് 80% കസൈൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പ്രോട്ടീൻ ആണ് ഉള്ളത്. അത് അനിമൽ പ്രോട്ടീൻ ആണ്. 80% കൗസ് മിൽക്കില് ഈ കസൈൻ, CASEIN ആട്ടോ, SEIN, കസൈൻ എന്നുള്ള അനിമൽ പ്രോട്ടീൻ ഉണ്ട്. അതുപോലെ കൗവിന്റെ മിൽക്കിലെ നമുക്ക് സാധാരണ നമ്മുടെ ശുദ്ധമായ പശുവിൻ പാല്, അതിന്റെ 80% എന്ന് പറയുന്നത് കസൈൻ എന്നുള്ള പ്രോട്ടീൻ ആണ്. അതൊരു അനിമൽ പ്രോട്ടീൻ ആണ്, CASEIN. ഈ കസൈൻ ആണ് ഈ പാലിനും അതുപോലെ തന്നെ പാലിൽ നിന്നുണ്ടാകുന്ന പ്രോഡക്ട്സുകളൊക്കെ ഇല്ലേ, കേർഡ്, യോഗട്ട് അങ്ങനെയുള്ളതൊക്കെ, അതിനെല്ലാം വൈറ്റ് കളർ കൊടുക്കുന്നത് ഈ പ്രോട്ടീനാണ്. മാം ഒരു സംശയം ചോദിച്ചിട്ട്, 18% 80%? 80. അപ്പൊ അത് മോറായതുകൊണ്ടാണ് അത് വെളുത്തിരിക്കുന്നത്. വൈറ്റ് കളർ പ്രൊവൈഡ് ചെയ്യുന്നത് ഈ പ്രോട്ടീൻ ആണ്. 80. നെക്സ്റ്റ് നമുക്ക് അവിടെ വെജിറ്റബിൾ പ്രോട്ടീൻ ഉണ്ട്. അതായത് പ്ലാന്റ് ബേസ്ഡ്, പ്ലാന്റ്സിൽ നിന്ന് അതിൽ നിന്നൊക്കെ വരുന്ന പ്രോട്ടീൻസ്. നമ്മളുടെ ഓൾ ഓവർ ബോഡി പ്രോട്ടീൻസ് ഉണ്ട്. നമ്മളുടെ മസിൽസില്, ബോൺ, സ്കിൻ, ഹെയർ, അതുപോലെ ബാക്കിയുള്ള ടിഷ്യൂസിലെല്ലാം പ്രോട്ടീൻസ് ഉണ്ട്. മസിൽസ് എന്തിനാ? നമുക്ക് മൂവ് ചെയ്യാൻ, അല്ലെ? പ്ലാന്റ് ബേസ്ഡ് പ്രോട്ടീൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഈ അനിമൽ ബേസ്ഡ് പ്രോട്ടീൻസ് എടുക്കുന്നതിനേക്കാളും പ്ലാന്റ് ബേസ്ഡ് പ്രോട്ടീൻസ് യൂസ് ചെയ്യുന്നതാണ് റിസ്ക് കുറവെന്നാണ് പറയുന്നത്. കാരണം ചില ഡിസീസസ്, ഹാർട്ട് ഡിസീസസ്, ഡയബറ്റീസ്, സം ക്യാൻസേഴ്സ്, അതിനെല്ലാം പ്ലാന്റ് ബേസ്ഡ് ഫുഡിൽ നിന്ന് വരുന്ന പ്രോട്ടീൻസ് യൂസ് ചെയ്യുന്നതായിരിക്കും നല്ലതെന്നാണ് പറയുന്നത്. അതിൽ മോർ ആന്റി ഓക്സിഡൻസ്, വൈറ്റമിൻസ്, മിനറൽസ് എല്ലാം ഉണ്ടായിരിക്കും കമ്പയർഡ് ടു അനിമൽ ബേസ്ഡ്. പിന്നെ ഈ പ്ലാന്റ് ബേസ്ഡ് കൂടുതൽ ഫൈബേഴ്സ്, നാരുകൾ കൂടുതൽ ഉണ്ടായിരിക്കും, ഫൈബേഴ്സ് കൂടുതൽ ഉണ്ടായിരിക്കും.
ചില ഹോൾ ഗ്രെയിൻസ്, മുഴുവൻ ധാന്യങ്ങളൊക്കെ ഉണ്ടല്ലോ, ബീൻസ് അങ്ങനെയുള്ള ഫുഡിലെല്ലാം ഈ പ്ലാന്റ് ബേസ്ഡ് പ്രോട്ടീൻസ് വരുന്നുണ്ട്. പിന്നെ നട്ട്സ്, സീഡ്സ്, അതിൽ നിന്നെല്ലാം കിട്ടുന്നത് ഹെൽത്തി ആയിട്ടുള്ള ഫാറ്റ്സും പ്രോട്ടീൻസും ആണ്. പിന്നെ സോയ ബേസ്ഡ് ഫുഡ്സ്, സോയ ഒരു കംപ്ലീറ്റ് പ്രോട്ടീൻ ആണ്. 9 എസെൻഷ്യൽ അമിനോ ആസിഡ്സ് സോയയുടെ നിറയെ ഉണ്ട്. അത് ഞാൻ പറഞ്ഞിരുന്നു. ഈ സോയാബീൻ അല്ലെങ്കിൽ സോയയുടെ ഏതെങ്കിലും പ്രോഡക്ട്സ് നമ്മളുടെ ഈ മറ്റേ സോയ ചങ്ക്സിനേക്കാളും കുറച്ചുകൂടെ ഹെൽത്തി സോയാ ബീൻസ് ആയിരിക്കും. ആ സച്ച് നമുക്ക് ബീൻസ് ആയിട്ട് തന്നെ കിട്ടുന്നതല്ലേ. പിന്നെ സോയ മിൽക്ക് ഉണ്ട്. അപ്പൊ അതില് ഈ ബ്രസ്റ്റ് ക്യാൻസറിനെയൊക്കെ പ്രിവെന്റ് ചെയ്യാനായിട്ട് സോയ കഴിക്കുന്നത് നല്ലതാന്ന് പറയും. 9 എസെൻഷ്യൽ അമിനോ ആസിഡ്സ് എന്ന് പറയും. സോയ ചങ്ക്സ് ആകുമ്പോൾ അതിനെ പ്രോസസ് ചെയ്ത് വേറൊരു ഫോമിലേക്ക് ആക്കുമല്ലേ. ചിലപ്പോൾ നമുക്ക് പ്രോട്ടീൻസ് കുറച്ച് നഷ്ടപ്പെടാൻ ചാൻസ് ഉണ്ട്. പ്രോട്ടീൻ പവേർഡ് പ്ലാന്റ് ഫുഡ്സ് ആണ് ഈ പറയുന്ന സോയ പ്രോഡക്ട്സ്. പിന്നെ ലിക്വിഡ്സ്, പയറുവർഗ്ഗങ്ങൾ, നട്ട്സ് ആൻഡ് സീഡ്സ്. ഇത് മീറ്റിന് പകരം നമുക്ക് റീപ്ലേസ് ചെയ്യാം ഈ പ്രോഡക്ട്സ് എല്ലാം. മീറ്റ് ഫാറ്റും പ്രോട്ടീൻസും കിട്ടും. പക്ഷെ എന്താന്ന് വെച്ച് കഴിഞ്ഞാല് കൂടുതലാണ് മീറ്റില്. ഈ സോയ നട്ട്സ് ഒക്കെ അത് യൂസ് ചെയ്യുമ്പോഴേക്കും നമ്മൾ കുറച്ച് അളവ് കൂട്ടണം. എന്നാലാണ് നമുക്ക് കമ്പയർഡ് ടു നോൺ വെജ് അതിൽ നിന്ന് കമ്പയർ ചെയ്യുമ്പോൾ പ്രോട്ടീൻസ് കിട്ടിയുള്ളൂ. അത്രയേ ഉള്ളൂ. ഇപ്പൊ അനിമൽ പ്രോട്ടീൻസും വെജിറ്റബിൾ പ്രോട്ടീൻസും ആണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത്. അനിമൽ പ്രോട്ടീൻസ് നമുക്ക് മിൽക്കിൽ നിന്നുണ്ട്, എഗ് എന്നുണ്ട്, അങ്ങനെ പല പിന്നെ എന്താ പറയാ ചീസ് ഫോം ചെയ്യുമ്പോഴും ചില സെഡിമെന്റ്സ് വരും. അതും അനിമൽ പ്രോട്ടീൻസ് ആണ്. പക്ഷികാരങ്ങൾ. പിന്നെ പ്രോട്ടീൻസിന്റെ മെയിൻ അവരുടെ ജോലി നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെന്റ് ഓഫ് സെൽസ്. പിന്നെ ഇത് ഏതെങ്കിലും സെല്ല് ഡാമേജ് ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ അത് റിമൂവ് ചെയ്യുന്നു. ഈ പ്രോസസ്സ് റിപ്പീറ്റ് ചെയ്യുന്നു. റിമൂവൽ ഓഫ് റിപ്പീറ്റേഷൻ. പിന്നെ ഫോർമേഷൻ ഓഫ് എൻസൈംസ് ആൻഡ് ഹോർമോൺസ്. നമ്മുടെ ബോഡിയിൽ എൻസൈംസും ഉണ്ട്, ഹോർമോൺസും ഉണ്ട് അല്ലെ. എൻസൈംസ് എല്ലാ ലിവിങ് തിങ്ങിനും ഈ രണ്ട് കാര്യങ്ങളുണ്ട്, എൻസൈംസും ഹോർമോൺസും. എൻസൈംസ് ആർ പ്രോട്ടീൻസ് ആണ്. നമ്മുടെ ബോഡിയിലുള്ള പ്രോട്ടീൻസ് ആണ് എൻസൈംസ്. ദാറ്റ് ഹെൽപ്പ് സ്പീഡ് ഓഫ് മെറ്റബോളിസം. നമ്മുടെ ബോഡി ഫങ്ഷൻസ്, ഡൈജഷൻ ഉൾപ്പെടെ എല്ലാ കാര്യങ്ങളും അതിനെ സ്പീഡപ്പ് ആക്കുന്നു. പിന്നെ ബോഡിയിൽ ഒത്തിരി കെമിക്കൽ റിയാക്ഷൻസ് നടക്കുന്നുണ്ടല്ലേ. ഏതൊക്കെയാ ബോഡി ഗ്രോ ചെയ്യുന്നത്? ഗ്രോത്ത്, ബ്ലഡ് കൊയാഗുലേഷൻ, ഹീലിംഗ്, ബ്രീത്തിങ്, ഡൈജഷൻ, റീപ്രൊഡക്ഷൻ. അങ്ങനെ കുറെ പ്രോസസ് നടക്കുന്ന അതാണ് ഹ്യൂമൻ ബോഡി എന്ന് പറയുന്നത്. ബ്ലഡ് കൊയാഗുലേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബ്ലഡ് ക്ലോട്ടിങ്, അതൊരു ഇമ്പോർട്ടന്റ് പ്രോസസ്സ് തന്നെയാണ് നമ്മളുടെ ബോഡിയിലുള്ളത്. എക്സസീവ് ബ്ലീഡിങ് ഉണ്ടാകുന്നതിനെ പ്രിവെന്റ് ചെയ്യും. പെട്ടെന്ന് നമ്മളുടെ കൈ മുറിഞ്ഞു, ഈ ബ്ലഡ് ക്ലോട്ടിങ് നടന്നില്ലെങ്കിൽ എന്ത് വെച്ചു? ബ്ലഡ് ഇങ്ങനെ പോയിക്കൊണ്ടേയിരിക്കും. കാരണം അതൊരു ലിക്വിഡ് ഫോമിലാണ്. അതിനെ ഒരു ലെയർ പോലെ ഫോം ചെയ്ത് അതിനെ തടയണം. അത് ആ പ്രോസസ്സാണ് ബ്ലഡ് ക്ലോട്ടിങ് എന്ന് പറയുന്നത്. നമുക്ക് ബ്ലഡില് കുറെ കണ്ടന്റ്സ് ഉണ്ട് അല്ലെ. ബ്ലഡില് കുറെ സെൽസ് ഒക്കെ ഉണ്ടാവും. പ്ലാസെന്റ ഉണ്ടാവും, അതുപോലെ തന്നെ പ്ലാസ്മയുണ്ട്. ബ്ലഡിന്റെ ഒരു പ്ലാസെന്റയുടെ പ്ലേറ്റ്ലെറ്റ്സ്, സോറി, പ്ലാസെന്റ നമ്മുടെ യൂട്രസ് റിലേറ്റഡ് പ്രഗ്നൻസി ആവുന്ന സമയത്തുള്ളതാണ്. നമ്മുടെ ബേബിയുടെ ഒപ്പമുള്ള ഇതാണ് പ്ലേറ്റ്ലെറ്റ്സ്. പ്ലേറ്റ്ലെറ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് സെൽസ് ആണ്, ബ്ലഡിലുള്ള സെൽസ്, എ ടൈപ്പ് ഓഫ് ബ്ലഡ് സെൽസ്. അതും അതുപോലെ തന്നെ പ്ലാസ്മ ഉണ്ടാവും. ദാറ്റ് ഈസ് പ്രോട്ടീൻസ് കണ്ടന്റ് ആയിട്ടുള്ള പ്ലാസ്മ ഉണ്ടാവും. പ്ലാസ്മ എന്ന് പറഞ്ഞാൽ ഈ ബ്ലഡിൽ ഒരു ലിക്വിഡ് പാർട്ട് ഉണ്ടല്ലോ, വെള്ളം പോലെ. ചില സമയത്ത് മുറിവ് പറ്റി കഴിഞ്ഞു കഴിഞ്ഞാൽ ബ്ലഡ് ഫ്ലോ ചെയ്യുന്നതിന് മുമ്പോ അല്ലെങ്കിൽ ബ്ലഡ് മുഴുവൻ നിന്ന് കഴിയുമ്പോഴും വാട്ടറി ഇത് ഒരു ലിക്വിഡ് ഫോമിലുള്ളത് ഒഴുകി വരുന്നത് കാണും. അതാണ് പ്ലാസ്മ. പ്ലേറ്റ്ലെറ്റ്സ് എന്ന് പറഞ്ഞാൽ ബ്ലഡ് സെൽസ് ആണ്. പിന്നെ പ്ലാസ്മയുണ്ട്. അത് ഈ ബ്ലഡ് ബ്ലീഡ് ചെയ്യുന്നതിന് ഇവര് രണ്ടുപേരും കൂടെ ആക്ട് ചെയ്ത് ക്ലോട്ട് ഉണ്ടാക്കുന്നു. അങ്ങനെയാണ് ഈ ബ്ലഡ് ക്ലോട്ടിങ് നടന്ന് കൂടുതൽ ബ്ലഡ് ലോസ് ആകാതെ നോക്കുന്നത്. കൊയാഗുലേഷൻ എല്ലാം നടക്കുന്നത് എൻസൈംസിന്റെ പ്രവർത്തനം കൊണ്ടാണ്. ബ്ലഡ് കൊയാഗുലേഷൻ എല്ലാം നടക്കുന്നത്. ഹോർമോൺസ്
നമ്മുടെ ബോഡിയുടെ പല ഫങ്ഷൻസും കൺട്രോൾ ചെയ്യുന്നത് ഹോർമോൺസ് ആണ്. ഈ പ്രോട്ടീൻസ് വേണ്ടത് ഫോർമേഷൻ ഓഫ് എൻസൈംസ് ആൻഡ് ഹോർമോൺസ് ആണ്. ബോഡി ഫങ്ഷൻസ് കൺട്രോൾ ചെയ്യുന്നത് ഹോർമോൺസ് ആണ്. അതുപോലെ റിപ്പയർ ആൻഡ് റീപ്രൊഡക്ഷൻ, ലൈക്ക് ബ്ലഡ് ഷുഗർ കൺട്രോൾ ചെയ്യാൻ ഇൻസുലിൻ ഹോർമോൺ ഉണ്ട്. തൈറോയിഡിന്റെ ഫങ്ഷൻ, അതിന് തൈറോയിഡ് ആ ഒരു ബട്ടർഫ്ലൈ ഷേപ്പിൽ ഗ്ലാൻഡ് ഉണ്ട്. പിന്നെ ശരിക്കും ബോഡിയിലെ ഒരു മെസ്സഞ്ചർ ആണ് ഈ ഹോർമോൺസ് എന്ന് പറയുന്നത്. ത്രൂ ഔട്ട് ദ ബോഡി ഒരു മെസ്സഞ്ചർ മോളിക്യൂൾസ് ആണ് ഹോർമോൺസ് എന്ന് പറയുന്നത്. നമ്മുടെ ഹാപ്പി ഹോർമോൺസിൽ വരുന്ന മോളിക്യൂൾസ് ആണ് സെറോട്ടോണിൻ, ഡോപ്പമിൻ, എൻഡോർഫിൻ എന്നൊക്കെ പറയുന്നത്. ഹാപ്പി ആയിരിക്കുന്ന ആ ഒരു ഹോർമോണിന്റെ പ്രവർത്തനം കൊണ്ടാണ് സന്തോഷം വരുന്നതെന്നൊക്കെ നമ്മൾ പറയില്ലേ, അതിൽ വരുന്ന കെമിക്കൽ മോളിക്യൂൾസ് ആണ് സെറോട്ടോണിൻ, ഡോപ്പമിൻ. ജസ്റ്റ് ഞാൻ ഈ എൻസൈംസും ഹോർമോൺസും എന്താന്ന് പറഞ്ഞുകൊണ്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്നുള്ളൂ. നിങ്ങൾക്ക് അത് ഡീറ്റെയിൽ ആയിട്ടൊന്നും വേണ്ട കേട്ടോ. എന്താണ് എൻസൈം, എന്താണ് ഹോർമോൺ എന്നറിയാൻ വേണ്ടിയിട്ട്. എൻസൈംസ് പ്രോട്ടീൻസ് ആണ് ദാറ്റ് ഹെൽപ്പ് സ്പീഡ് അപ്പ് ഓഫ് മെറ്റബോളിസംസ്, അതർ ബോഡി ഫങ്ഷൻസ് ലൈക്ക് ബ്ലഡ് കൊയാഗുലേഷൻ, ബ്രീത്തിങ്, ഗ്രോത്ത്, ഡൈജഷൻ, റീപ്രൊഡക്ഷൻ, ഇതെല്ലാം ഹെൽപ്പ് ചെയ്യുന്നത്, അതിനെല്ലാം ഹെൽപ്പ് ചെയ്യുന്ന എൻസൈംസ് ആണ്. പിന്നെ ഹോർമോൺസ് എന്ന് പറഞ്ഞാൽ ബോഡിയുടെ ചില ഫങ്ഷൻസിനെ കൺട്രോൾ ചെയ്യുന്നത് ഹോർമോൺസ് ആണ്. കാരണം എന്ന് വെച്ചാൽ പേടി, നമ്മുടെ അതിന്റെ ഒരു കൺട്രോള്, അഡ്രീനാലിൻ അത് പ്രവർത്തിക്കുമ്പോഴാണ് പേടി വരുന്നത്, പെട്ടെന്ന് നമ്മൾ ഞെട്ടുന്നു, അതെല്ലാം അഡ്രിനാലിന്റെ പ്രവർത്തനമാണ്. അതുപോലെ തന്നെ തൈറോയ്ഡ്, ഇൻസുലിൻ, അങ്ങനെയുള്ള ഹോർമോൺസിന്റെ പ്രവർത്തനത്തിനനുസരിച്ചാണ്, ഇൻസുലിന്റെ കൺട്രോൾ അനുസരിച്ചാണ് ബ്ലഡ് ഷുഗർ ലെവൽ ശരിയാവുന്നത്. അതുപോലെ തൈറോയ്ഡ് ഗ്ലാൻഡിന്റേത്, തൈറോയ്ഡ് അവിടുത്തെ ഹോർമോൺസ് നോക്കുമ്പോൾ അങ്ങനെ ഓരോ നമ്മുടെ മൂഡ് സിങ്സ്, ചില ഹോർമോൺസ് അനുസരിച്ചാണ് പ്രവർത്തിക്കുന്നത്. നമ്മൾ യങ് ആയിരിക്കുന്നത് അതിനെ കൺട്രോൾ ചെയ്യുന്ന ഹോർമോൺസ് ഉണ്ട്. നമ്മളുടെ ഹൈറ്റ്, നമ്മൾ ഹൈറ്റ് വെക്കുന്നത്, വെയിറ്റ് വെക്കുന്നത്, അതിനെല്ലാം കൺട്രോൾ ചെയ്യുന്ന രീതിയിലുള്ള ഹോർമോൺസ് ഉണ്ട്. അതിന്റെയൊക്കെ ബാലൻസ് തെറ്റുമ്പോഴാണ് ഭയങ്കര ഹൈറ്റും ഭയങ്കര ഒരു ജൈജാന്റിക് ഫിഗർ ഒക്കെ ആയി പോകുന്നത്. ഡാർഫിസം ഉണ്ടാകാറുണ്ട്. അതുപോലെ തന്നെ ഹൈറ്റ് കൂടുന്ന ആ ഒരു ഇതും വരാറുണ്ട്. അങ്ങനെ ഇംബാലൻസ് നടക്കുന്നു, ഈ ഹോർമോൺസിന്റെ പ്രവർത്തനങ്ങൾ ശരിയല്ലാതെ വരുന്നു. എൻസൈംസിന്റെയും ഹോർമോൺസിന്റെയും ഫോർമേഷൻ, പ്രോട്ടീന്റെ റോൾ എന്താന്ന് അത്ര അറിഞ്ഞാൽ മതി. രണ്ടും എന്താണെന്ന് പറയാൻ വേണ്ടിയിട്ട് ഞാൻ പറഞ്ഞു. പിന്നെ ബോഡിയിലെ പ്രൊഡക്ഷൻ ഓഫ് എനർജി, എനർജിയെ പ്രൊഡ്യൂസ് ചെയ്യുന്നു പ്രോട്ടീൻസ്. പിന്നെ നെക്സ്റ്റ് പേജ് എടുക്കണേ റിജു. നെക്സ്റ്റ് പേജ് നമ്മൾ ഓൾറെഡി പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ്. ഫാറ്റ്സ്, കാർബോഹൈഡ്രേറ്റ്സ്, മിനറൽ സോൾട്സ്, മിനറൽസ്, വൈറ്റമിൻസ്, ഇതെല്ലാം നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ്. നിങ്ങൾ അതൊന്ന് വായിച്ചു നോക്കണം കേട്ടോ. ഫാറ്റ്സ് ഒക്കെ ഞാൻ ഓൾറെഡി പറഞ്ഞു. ഫാറ്റ്സ് ആൻഡ് ഓയിൽ കൺസിസ്റ്റ് ഓഫ് കാർബൺ, ഹൈഡ്രജൻ ആൻഡ് ഓക്സിജൻ. 2 types ഫാറ്റ്സ് ഉണ്ട്. കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞത് ഓർമ്മയുണ്ടല്ലോ, സാച്ചുറേറ്റഡ്, അൺസാച്ചുറേറ്റഡ്. പിന്നെ ഫാറ്റ് അല്ലെങ്കിൽ ഓയിൽ എങ്ങനെ നമ്മൾ യൂസ് ചെയ്യണമെന്ന് പറഞ്ഞു. ഫാറ്റ് നമുക്ക് നോൺ വെജ് ഫുഡിൽ നിന്ന് കൂടുതലായിട്ട് കിട്ടും, പക്ഷെ റീപ്ലേസ് ചെയ്യുന്ന വെജിറ്റേറിയൻ ഫുഡും നമുക്കുണ്ട്. ഫാറ്റ് കിട്ടുന്ന പ്രോഡക്ട്സ് ഇവിടെ പറഞ്ഞിട്ടുണ്ട്. മെയിൻ സോഴ്സ് ഓഫ് ഫാറ്റ്സ്, വെജ് കഴിക്കുന്നവർക്കും നോൺ വെജ് കഴിക്കുന്നവർക്കും അവരുടെ ഫുഡ് എന്താ പറയാ മെനുവില് ഇത് ഉൾപ്പെടുത്തി അതിനനുസരിച്ച് ഫാറ്റും ഓയിലും ഒക്കെ കൺട്രോൾ ചെയ്ത് യൂസ് ചെയ്യാം. കാർബോഹൈഡ്രേറ്റ്സ് ഒക്കെ നമ്മൾ ഓൾറെഡി പറഞ്ഞതായിരുന്നു. മിനറൽസും നമ്മൾ പറഞ്ഞിട്ടായിരുന്നു. പിന്നെ വൈറ്റമിൻസ്. നിങ്ങൾ നോട്ട്സിൽ ഇതെല്ലാം കംപ്ലീറ്റ് നോട്ട് ചെയ്യുന്നു. ഇതിനകത്തുള്ള ഡീറ്റെയിൽസ് കൂടാതെ ബാക്കി കിട്ടുന്നതെല്ലാം നോട്ട് ചെയ്യുന്നു ഞാൻ വിചാരിക്കുന്നു. എന്ന് പറഞ്ഞ 2 ആക്ടിവിറ്റി, വെജിറ്റേറിയൻ ഫുഡും നോൺ വെജിറ്റേറിയൻ ഫുഡിനെ അത് തമ്മിലുള്ള കമ്പാരിസൺ, പിന്നെ അതുപോലെ പ്രിൻസിപ്പിൾസ് ഓഫ് ഫുഡ്. പ്രിൻസിപ്പിൾസ് ഓഫ് ഫുഡ്, ഇത് രണ്ടുമാണ് ആക്ടിവിറ്റി ആയിട്ടുള്ളത്. ഞാൻ ലാസ്റ്റ് ക്ലാസ്സിൽ എന്തെങ്കിലും ആക്ടിവിറ്റി പറഞ്ഞിട്ടുണ്ടായിരുന്നോ? ഏതാ ഫേവറേറ്റ് ഫ്രൂട്ട്? ഫേവറേറ്റ് ഫ്രൂട്ട് അല്ലേ? ഫ്രൂട്ട്, അത് എന്തുകൊണ്ടാണ് അത് ഇഷ്ടം അല്ലെ? അങ്ങനെയുള്ള കാര്യങ്ങൾ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ. അതിന്റെ ബെനിഫിറ്റ്സ് ഓക്കെ. അപ്പൊ അതും കൂടെ ചേർത്ത്, ഈ 2 ആക്ടിവിറ്റി കൂടെ ചേർത്തിട്ട് ക്ലാസ് റൂമിൽ ഷെയർ ചെയ്യാൻ പറയാം.
വൈറ്റമിൻസിന്റെ കുറച്ച് കാര്യങ്ങൾ ഇവിടെ ഉണ്ട്, വേണമെങ്കിൽ അത് പറയാമായിരുന്നു. വൈറ്റമിൻസ് എല്ലാം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. വൈറ്റമിൻ എ ഇറ്റ്സ് എസെൻഷ്യൽ ഫോർ ഐ, സ്കിൻ ആൻഡ് ഹെയർ. വൈറ്റമിൻ എ കുറഞ്ഞാല് നമ്മൾ ഏറ്റവും പെട്ടെന്ന് ബാധിക്കുന്നത് നമ്മളുടെ ഇമ്മ്യൂൺ സിസ്റ്റത്തിനെയാണ് ബാധിക്കുന്നത്. ഇമ്മ്യൂണിറ്റി പവർ അങ്ങനെ തന്നെ റെഡ്യൂസ് ആവും വൈറ്റമിൻ എ. കൂടുതൽ ലീഫി വെജിറ്റബിൾസിലാണ് ടൊമാറ്റോ, ക്യാരറ്റ്, മാംഗോ, പപ്പായ, ജാക്ക് ഫ്രൂട്ട്, ലെമൺ, മിൽക്ക്, എഗ്, ലിവർ, ഫിഷ് ഓയിൽ എക്സെട്ര. അങ്ങനെ വൈറ്റമിൻ ഇ വരുന്നു. പിന്നെ വൈറ്റമിൻ ബി കോംപ്ലക്സുകളില്ലേ, ബിയിൽ വരുന്ന വൈറ്റമിൻസിൽ അത് എസെൻഷ്യൽ ഫോർ ദ ആക്ടിവിറ്റീസ് ഓഫ് ഹേർട്ട് ആൻഡ് നെർവ്സ്. ഹാർട്ടിനും നെർവിനും ഏറ്റവും എസെൻഷ്യൽ ആണ് വൈറ്റമിൻ ബി. ബിയുടെ എല്ലാ കാര്യങ്ങളും കുട്ടികളുടെ ഗ്രോത്തിന് ഏറ്റവും ഇമ്പോർട്ടന്റ് ആണ് തയാമിൻ വരുന്നത്. വൈറ്റമിൻ ബി കോംപ്ലക്സ്, അതായത് ഈ പറഞ്ഞ വൈറ്റമിൻ ബിയുടെ എല്ലാം ഇല്ലേ, B1, B2, B4, B6, B12, ഇതിന്റെ എല്ലാം ആബ്സെൻസിന് പാരാലിസിസ് വരാം, ബ്ലീഡിങ് വരാം, പിന്നെ ഗ്രോത്ത് വളർച്ച മുരടിക്കുന്ന അവസ്ഥയില്ലേ, ഗ്രോത്ത് സ്റ്റണ്ട്, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം. പിന്നെ നംനസ്, മരവിപ്പ്, പെട്ടെന്ന് തന്നെ തല നരയ്ക്കുന്നത് നമ്മുടെ ഏജ് ആവുന്നതിന് മുമ്പ് തന്നെ. പിന്നെ ബോഡിയിൽ എപ്പോഴും ഇറിറ്റേഷൻ, ഒരു ബേണിംഗ് സെൻസേഷൻ, ഇതെല്ലാം വരാം. സ്വെല്ലിംഗ് ഓഫ് ദ ഓർഗൻസ് സെല്ല് ചെയ്യാം. വൈറ്റമിൻ ബി കോംപ്ലക്സ്, അതായത് ഈ പറഞ്ഞ ബിയിൽ വരുന്ന വൈറ്റമിൻസ് എല്ലാം ഉള്ളത് പയറുവർഗ്ഗങ്ങൾ, നട്ട്സ്, ക്യാരറ്റ്, പൊട്ടറ്റോ, സ്വീറ്റ് പൊട്ടറ്റോ, കോക്കനട്ട്, റെഡ് റൈസ്, ബ്രൗൺ റൈസ് ഇല്ലേ അത്, വീറ്റ്, ഫിഷ്, മീറ്റ്, എഗ് എക്സെട്ര. കൂടുതലും ബ്രൗൺ റൈസ് ആണ് എല്ലാത്തിലും പറയുന്നത്. വൈറ്റ് റൈസ് പലപ്പോഴും പറയുന്നു. അന്ന് നമ്മള് പിന്നെ B9 വൈറ്റമിൻ B9 വരെ അല്ലേ പറഞ്ഞുള്ളൂ? ഓ, അത് ഞാൻ ഓർത്തില്ല. ക്ലാസ് തുടങ്ങിയപ്പോ ഒന്ന് പറഞ്ഞാൽ മതിയായിരുന്നു. അടുത്ത ദിവസം ചെയ്യാം കേട്ടോ. ഓക്കെ. നെക്സ്റ്റ് ജസ്റ്റ് ഒന്ന് CDEK വരെ ഒന്ന് പറഞ്ഞേക്കാം. വൈറ്റമിൻ സി ബോഡി ഗ്രോത്തിന് വരെ ഇമ്പോർട്ടന്റ് ആണ്. ബ്ലീഡിങ് സ്റ്റോപ്പ് ചെയ്യാൻ എന്നുള്ളതാണ് വൈറ്റമിൻ സി. പിന്നെ എപ്പോഴും ഈ വൈറ്റമിൻ സി പറയുമ്പോൾ എക്സാം ടൈമിൽ കുട്ടികൾക്ക് വൈറ്റമിൻ സി അടങ്ങിയ ഫുഡ് കണ്ടന്റ്സ് കൊടുക്കുന്നത് നല്ലതായിരിക്കും എന്ന് പറയും. കാരണം കാർബണേറ്റഡ് ഡ്രിങ്ക്സ് ഒഴിവാക്കി ആ സമയത്ത് നല്ലതുപോലെ അവർ വെള്ളം കുടിക്കണം. നാരങ്ങ വെള്ളം കൊടുക്കുന്നത് നല്ലതാണെന്ന് പറയും. ഓറഞ്ച് സീസണൽ ആയിട്ട് കിട്ടുന്നത്, അങ്ങനെ വൈറ്റമിൻ സി വരുന്ന ഇത് കൊടുക്കുന്നത് നല്ലതായിരിക്കും എന്ന് പറയും. കാരണം അവരുടെ മെമ്മറിക്ക് ഏറ്റവും നല്ലതാണത്. ബ്ലഡ് പ്യൂരിഫിക്കേഷൻ, സ്കിന്നിന് നല്ലതാണ്, ടീത്തിന് നല്ലതാണ് വൈറ്റമിൻ സി. ഗുവ, പേരയ്ക്ക, ടൊമാറ്റോ, ലെമൺ, ഗൂസ്ബെറി, ഗ്രേപ്സ്, ഓറഞ്ച്, ഡ്രംസ്റ്റിക്, പൊട്ടറ്റോ, ക്യാബേജ്, ഡ്രംസ്റ്റിക് ലീവ്സ്, അതിലെല്ലാം വൈറ്റമിൻ സി നിറയുണ്ട്. മാം, യെസ്. എന്റെ കൊച്ചു പഠിക്കണ ഇപ്പൊ 6th-ലാണ്. അപ്പൊ അവള് പഠിക്കണ സയൻസിന്റെ ടെക്സ്റ്റിലും ഇതൊക്കെ ഉണ്ട്. അപ്പൊ അത് നമ്മൾ വെച്ച് ആഡ് ചെയ്ത് തീർച്ചയായിട്ടും നോട്ട് ചെയ്താ പോരാ? വൈറ്റമിൻ എ, ബി, സി, ഡി അതൊക്കെ ഉണ്ട്. വൈറ്റമിൻസിന്റെ എല്ലാ കാര്യം തന്നെ ആ ടെക്സ്റ്റിലുണ്ട്. അത് നോക്കി നമ്മള് ചെയ്താ പോരെ? മറ്റേ നോട്ട്സിലൊക്കെ മതി. നിറയുണ്ട്. കാര്യമായിട്ട് തന്നെ അതിനകത്ത് കാണും. വൈറ്റമിൻ ഡി നെക്സ്റ്റ് നമ്മുടെ ബോൺസിന്റെ ഗ്രോത്തിനും അതുപോലെ ടീത്തിനും വൈറ്റമിൻ ഡി നല്ലത് തന്നെയാണ്. പിന്നെ എന്ന് വെച്ചാല് വൈറ്റമിൻ ഡി നമുക്ക് സൺലൈറ്റ് ഏറ്റവും നല്ല സോഴ്സ് ആണ് സൺലൈറ്റ്. പിന്നെ വെജിറ്റബിൾസിനും മിൽക്ക്, ലിവർ, യോക്ക് ഓഫ് എഗ്, സൺലൈറ്റ് ഓൾറെഡി പറഞ്ഞല്ലോ, അതിലെല്ലാം വൈറ്റമിൻ ഡി ഉണ്ട്. പിന്നെ റീപ്രൊഡക്റ്റീവ് സിസ്റ്റത്തിന്റെ ഇതില് കീ റോൾ ഉള്ളതാണ് വൈറ്റമിൻ ഇ. മിൽക്ക്, ബട്ടർ, എഗ് യോക്ക്, ലീഫി വെജിറ്റബിൾസ് എല്ലാം നല്ലതാണ്. ചിലപ്പോൾ ഈ ബേബിക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നവർക്ക് ചില സമയത്ത് ഡോക്ടേഴ്സ് സജസ്റ്റ് ചെയ്യാറുണ്ട്. ചിലപ്പം ടാബ്ലറ്റ്സ് ആയിട്ട് സപ്ലിമെന്റ് കൊടുക്കും, അല്ലെങ്കിൽ ഇതുപോലുള്ള ഫുഡ് ഐറ്റംസ് കൂടുതലും ഉൾപ്പെടുത്താനായിട്ട് പറയും. വൈറ്റമിൻ കെ, ബ്ലഡ് പെട്ടെന്ന് ക്ലോട്ട് ചെയ്യാൻ വൈറ്റമിൻ കെ വളരെ ഹെൽപ്ഫുൾ ആണ്. വൈറ്റമിൻ കെയില് പ്രോത്രോംബിൻ എന്ന് പറഞ്ഞ ഒരു സബ്സ്റ്റിറ്റ്യൂട്ട് അടങ്ങിയിട്ടുണ്ട്. ഈ പ്രോത്രോംബിനാണ് ബ്ലഡ് ക്ലോട്ട് ചെയ്യാനായിട്ട് സഹായിക്കുന്നത്. വെജിറ്റബിൾസിൽ നിറയുണ്ട്. ലീഫി വെജിറ്റബിൾസ്, എഗ് യോക്ക്, ടൊമാറ്റോ, മിൽക്ക് എക്സെട്ര, അതിലെല്ലാം. ഇത്
ഇതെല്ലാം നിങ്ങളുടെ നോട്ട്സിൽ നല്ലപോലെ ആഡ് ചെയ്ത് വെക്കുക. നെക്സ്റ്റ് വീക്ക് ഓൺവേർഡ്സ് ഞാൻ ചിലപ്പോൾ എന്താ പറയാ റെക്കോർഡ് എഴുതാനായിട്ട് പറയും. റെക്കോർഡ് വാങ്ങുന്നതിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? റെക്കോർഡിന് പകരം നിങ്ങൾക്ക് സ്വന്തമായിട്ട് നല്ല വീതി നീളമുള്ള ഡയറി ഉണ്ടെങ്കിൽ അതായാലും മതി. അല്ലെങ്കിൽ വലിയ കോളേജ് നോട്ട്ബുക്ക് ഇല്ലേ, മാക്സിമം നീളമുള്ള കോളേജ് നോട്ട്ബുക്ക് കിട്ടില്ലേ, പല സൈസിലുള്ള നോട്ട്ബുക്സ് അല്ലേ, അതിൽ നല്ല നീളത്തിലുള്ള കോളേജ് നോട്ട്ബുക്ക് കിട്ടില്ലേ, നമ്മുടെ ഈ A4 പേപ്പറിന്റെ ഒക്കെ ഒരു നീളം അതിനേക്കാൾ കുറച്ചുകൂടെ വരും തോന്നുന്നു വരുന്ന കോളേജ് നോട്ട്ബുക്സ് ഉണ്ട്. അതായാലും മതി റെക്കോർഡിന് പറഞ്ഞു. മതിയില്ല റെക്കോർഡ് ആവുമ്പോ എത്ര അത് വാങ്ങിച്ചാൽ +1 +2 സയൻസ് അത് വാങ്ങിച്ചാലും മതി. കുട്ടികള് സയൻസ് സ്റ്റുഡൻസ് കെമിസ്ട്രി ഫിസിക്സ് അങ്ങനെയൊക്കെ എഴുതാൻ വേണ്ടി റെക്കോർഡ് വാങ്ങിക്കില്ലേ, ആ റെക്കോർഡ് മതിയല്ലോ. ഷെൽഫിൽ ഇരിക്കുക, ഞാൻ എടുത്ത് കാണിക്കായിരുന്നു. അപ്പൊ നാളെ ഞാൻ കാണിച്ചു തരാം എങ്ങനത്തെ റെക്കോർഡാണെന്നുള്ളത്. അപ്പൊ ഒന്നല്ല നമുക്ക് 3 വേണ്ടി വരും. അപ്പൊ അത് ഞാൻ കാണിച്ചു തരാം. കാരണം ഒരെണ്ണത്തിന് ഏതാ കാണുന്നില്ല, ഇതുപോലെ മതിയോന്ന് ചോദിച്ചു, പക്ഷെ കണ്ടില്ല വീഡിയോ. കാണുന്നില്ല. ശരണ്യയുടെയോ? ശരണ്യ ഞാൻ ഇതിനകത്ത് കാണുന്നില്ല. ഒരു മിനിറ്റ്, റിജ ക്ലോസ് ചെയ്തോളൂ നമ്മളുടെ നോട്ട്. എവിടെ ശരണ്യ? കാണുന്നില്ലേ? നോട്ട്ബുക്ക് ഞാൻ ശരണ്യെ പിൻ ചെയ്തു. ഒന്നുകൂടെ കാണിച്ചേ. എന്റെ നെറ്റ്വർക്ക് ഇഷ്യൂ ആണോ? എന്റെ വീഡിയോ ക്ലിയർ ആണോ? കാണുന്നുണ്ട്. എനിക്ക് ശരണ്യ സ്റ്റക്ക് ആയിട്ടിരിക്കുക. ഓക്കെ, കുഴപ്പമില്ല. നിങ്ങക്ക് ചെറിയ നോട്ട്ബുക്ക് ആവാതിരുന്നാ മതി. ഞാൻ പറഞ്ഞില്ല വലിയ കോളേജ് ഇപ്പം ഈ സൈസുള്ള നോട്ട്ബുക്ക് ഉണ്ട്, അതിനേക്കാൾ വലുതൊന്നും വാങ്ങും ഈ സൈസിൽ. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാല് A4-നേക്കാളും ചെറുതാണേ. A4 പേപ്പർ അതിന്റെ താഴെ സജിത്ര നോട്ട്ബുക്ക് ആണോ ഉദ്ദേശിക്കുന്നത്? ഏതാ സജിത്ര നോട്ട്ബുക്ക്? നോട്ട്ബുക്ക് അത് ഈ നമ്മുടെ വലിയ സാധാരണ കോളേജ് ബുക്കിനേക്കാളൊക്കെ ഹൈ ഉണ്ട്. അതായത് നമ്മുടെ A4 ഷീറ്റിന്റെ അത്രയും. നിങ്ങൾക്ക് റെക്കോർഡ് വാങ്ങാൻ പറ്റിയില്ലെങ്കിൽ നമ്മളൊരു ഓപ്ഷൻ ഞാനത് പറഞ്ഞേ ഉള്ളൂ കേട്ടോ. റെക്കോർഡ് ആവുമ്പോ എന്താ ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാല് നല്ല അതിന്റെ കവറിങ് കാർഡ്ബോർഡ് നല്ല കട്ടി. വരയിടാത്ത ബുക്കാണോ വരയിട്ട ബുക്കാണോ വേണ്ടത്? എഴുതാൻ ഏതാ ഇഷ്ടം എന്ന് വെച്ച് എളുപ്പം ചിലർക്ക് വരയിട്ടതിൽ എഴുതാനായിരിക്കും കുറച്ചുകൂടെ കംഫർട്ടബിൾ. ഞാനൊക്കെ വരയിട്ടതിൽ എഴുതിയ റെക്കോർഡ് എനിക്ക് വരയിട്ട് തന്നെ കിട്ടിയത്. മനസ്സിലായി. ഞാനെന്താ ഇവിടെ ഇരിക്കുന്നുണ്ട്, ഷെൽഫിൽ ഇപ്പൊ എടുത്തോണ്ട് വരാം. കാണാം. ഇത് ആക്ഷൻ റൈമിന്റെ ബുക്സ് ആയിരുന്നു. എത്ര പേജിന്റെ മാം ഇത്? ഇത് ഓൾമോസ്റ്റ് എനിക്ക് തോന്നുന്നു 120യേക്കാളും കൂടുതൽ കാണും. അതൊന്ന് കാണിക്കാമോ? കാണാമോ? ഇത് റൈംസ് മാത്രം എഴുതുന്ന റെക്കോർഡായിരുന്നു. നമ്മുടെ സിലബസിൽ തന്നെ ഉള്ളതാണ്. നമുക്ക് റൈംസ് മാത്രം വരുന്ന റെക്കോർഡ് എഴുതാം. ഓരോ റൈമിനും ഓരോ തീം ഉണ്ടായിരുന്നു. ഇത് നമ്പേഴ്സ് കുട്ടികളെ പഠിപ്പിക്കാനുള്ള റൈം. ഇവിടെ ഇത് കാണാം. ഞാൻ പിക്ചർ എടുത്തേക്കുന്നത് ടീച്ചറും കുട്ടികളും ഇരിക്കുന്നു. മുകളിൽ ഞാൻ നമ്പേഴ്സ് ഒക്കെ മാർക്ക് ചെയ്തിട്ടുണ്ട്. റൈം നമ്പേഴ്സ് വരെ പഠിപ്പിക്കാനുള്ള ഒരു റൈം ക്രിയേറ്റ് ചെയ്യും. ഇതെല്ലാം നമുക്ക് വരുന്നതാണ്. അത് ഓരോന്നായിട്ട് നമ്മൾ ചെയ്ത് ഇപ്പോഴേ തുടങ്ങുവാണെങ്കിൽ അവസാനം നിങ്ങൾക്ക് ബുദ്ധിമുട്ടേണ്ടി വരിക. ഞാനത് അത് ഞാനൊന്ന് പ്ലാൻ ചെയ്യട്ടെ എത്ര വേണ്ടി വരും എന്നുള്ളത്. കാരണം ഞങ്ങൾക്ക് ഓൾമോസ്റ്റ് 5 6 എന്തോ ഉണ്ടായിരുന്നു റെക്കോർഡ്സ്. ഓരോ ആക്ടിവിറ്റിക്കും ഓരോ റെക്കോർഡായിരുന്നു. നിങ്ങളുടെ പ്രാക്ടിക്കൽ അപ്പാരറ്റസ് റെക്കോർഡ് ഒരെണ്ണം, റൈംസ് മാത്രമുള്ളത് ഒരെണ്ണം, പിന്നെ സ്റ്റോറി എഴുതുന്നത് അതൊരെണ്ണം, അങ്ങനെ ഉണ്ടായിരുന്നു.
എത്ര എണ്ണം ഉണ്ടെന്ന് പ്ലാൻ ചെയ്ത് എത്ര റെക്കോർഡ് വേണമെന്ന് ഞാൻ പറയാം. നമ്മള് ഏറ്റവും ഏർലിയസ്റ്റ് ആയിട്ട് സ്റ്റാർട്ട് ചെയ്യുവാണെങ്കിൽ നല്ലതായിരിക്കും. മാം മിൻസ് ബുക്ക് പറ്റുമോ മാം? എന്തോ മിൻസ് ബുക്ക് വലുത് പേജ് ഉണ്ട് ചെറിയത്. ബുക്ക് അതൊരു രജിസ്റ്റർ പോലെ ഇരിക്കില്ലേ? ആ അതെ അതെ, അത് പറ്റില്ല അല്ലേ? അത് കാണാനൊരു അത്ര ഇത് ശരിക്കും ആ കെമിസ്ട്രിയുടെ ഏതാണ്ട് ലാബ് ബുക്കാന്ന് തോന്നുന്നു. ഇവിടെ റൈം എഴുതാം, ഇപ്പുറത്തെ കറസ്പോണ്ടിങ് പിക്ചേഴ്സ്. റൈമിന്റെ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഞാനത് ഒന്നുകൂടെ കാണിക്കാം കേട്ടോ. ഞാനതൊന്ന് പ്ലാൻ ചെയ്യട്ടെ ഏത് സമയത്ത് ഏത് വേണം. അതായത് നമ്മുടെ കോഴ്സ് കഴിയുമ്പോഴേക്കും എല്ലാ റെക്കോർഡ്സും കംപ്ലീറ്റ് ആയിരിക്കണം. ഇപ്പോഴേ തുടങ്ങുവാണെങ്കിൽ എളുപ്പമായിരിക്കും. ഓക്കെ, വേറെ ഒന്നുമില്ലല്ലോ, നമുക്കത് ലീവ് ചെയ്യാം. ഏതാ റൈംസ് നമ്മൾ ക്രിയേറ്റ് ചെയ്യണോ അതോ എങ്ങനെയാ? നമ്മൾ ക്രിയേറ്റ് ചെയ്യണം. നിങ്ങളുടെ പ്രയർ സോങ് ഉൾപ്പെടെ തീം സോങ്, പ്രയർ സോങ് എല്ലാം ഇതിൽ വരണം. അതാണ് ഞാൻ പറഞ്ഞത്, എല്ലാവരും റൈംസ് അത് ഞാൻ നോക്കിയിട്ട് പറയാം. കാരണം വെച്ചാല് ഞാൻ എഴുതിയത് വെച്ചിട്ട് എനിക്ക് പറയാൻ പറ്റില്ല. കാരണം വെച്ചാൽ ഓൺലൈനും ഗ്രൗണ്ട് ലെവലിലുള്ള ക്ലാസ്സസ് തമ്മിൽ വ്യത്യാസം ഉണ്ടല്ലോ. മാക്സിമം നോക്കാം. ഞാനത് പ്ലാൻ ചെയ്തിട്ട് ഞാൻ ക്ലാസ് റൂമിൽ ഇടാം, ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. ഓരോ തീം വെച്ചിട്ടാണ് ഓരോ റൈംസ് ഇട്ടിരിക്കുന്നത്. ഇല്ലല്ലോ, നമുക്ക് എന്നാ വേണ്ടി ചെയ്യാം. Okay, ma'am. Thank you. Good night. Thank you, ma'am. താങ്ക് യു മിസ്. താങ്ക് യു മാം. താങ്ക് യു മാം. താങ്ക് യു മാം.